ഹലോ ഫ്രണ്ട്സ്, ഇതെന്നെ പോയിട്ടാ നമ്മൾ കാണാൻ പോകുന്നത് ബൊറുട്ടോ നാറുട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 229, 230, 231, 232, 231, 234. ഇത്ര എപ്പിസോഡ്സാണ്. എനിക്കറിയാം ഡിലേ ഉണ്ട് ഈ എപ്പിസോഡ്സിന് ഞാൻ ഇടാനായിട്ട്. ഓക്കെ, അതിനി ഉണ്ടാവത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാനും നിങ്ങളുടെ കൂടെയാണ് ഈ എപ്പിസോഡ്സ് റീവൈൻഡ് ചെയ്ത് കണ്ടുകൊണ്ട് പോകുന്നത്. അതിൻ്റെ പ്രശ്നമാണ്. എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുറേ ഒരു ട്വിസ്റ്റുള്ള എപ്പിസോഡാണ് അടുത്ത് വരാൻ പോകുന്നത്. നേരെ എപ്പിസോഡിലേക്ക് പോകാം. അപ്പം നമ്മളെ ആദ്യം കാണിക്കുന്നത് ഒരു കൊച്ചു പയ്യനെ കുറോബാനയും ജുജുമാറോ എന്ന് പറഞ്ഞ രണ്ട് വില്ലന്മാർ ചേർന്നിട്ട് ടോർച്ചർ ചെയ്യാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എടാ മര്യാദയ്ക്ക് പറയടാ, നീ എന്താണ് അവിടെ കണ്ടത്, നിനക്ക് എന്താണ് വേണ്ടത്, നിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, അടുത്ത ആൾ എവിടെയാണ്, ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ കറക്റ്റാണോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ, അത് എങ്ങനെ ഉണ്ടാക്കുന്നു, ഒന്നും അവൻ പറയുന്നില്ല. പറയൂലെന്ന് തരം ഉറപ്പിച്ച് പറയുന്നതോടെ കുറോബാനയ്ക്ക് ആകെ ദേഷ്യമാണ്. ഓ നീ പറയൂലല്ലേ, എന്നാൽ പിന്നെ നിനക്ക് ഇനി കാണിച്ചു തരാടാ എന്നും പറഞ്ഞിട്ട് എന്താ പറയാണ്, ഇവനെ അങ്ങ് തട്ടിക്കളയാണ്. അപ്പോൾ ഇത് കണ്ട ജുജുമാറു അയ്യോ അങ്ങനെ ചെയ്യരുത് എന്നൊന്നും പറയില്ല. ജുജുമാറു മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, അവിടെ സിമ്പിളായിട്ട് കാര്യം കഴിയാണ്. എന്നിട്ട് ജുജുമാറു പറയുന്നൊരു കാര്യമുണ്ട്, കൊനോഹ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന്. അത് കേട്ടതും കുറോബാൻ്റെ ട്രാക്കിംഗ് ടെക്നിക്ക് അവൻ്റെ കണ്ണിൽ ഓണാക്കിയിട്ട് അവൻ അങ്ങനെ പോവാണ്. ട്രാക്കിംഗ് ടെക്നിക്ക് നമ്മുടെ ജുറ്റ്സ് പോലെ ഒന്നാണ്. അപ്പോൾ കുറോബാനയ്ക്ക് അത് കണ്ണ് വെച്ച് തന്നെ അവൻ ഉദ്ദേശിക്കുന്ന ആളെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. കുറേയധികം ദൂരത്താണ് ആൾ എന്ന് മാത്രമേ ഇപ്പോൾ മനസ്സിലാവുന്നുള്ളൂ. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മുടെ ഹിനാറ്റെ പോലെയൊക്കെയാണ്, അത്രയൊന്നുമില്ല എന്നാലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് കാണിക്കുന്നത് മൊസുക്കുനെയാണ്. മൊസുക്കു ആണെങ്കിൽ നമ്മളുടെ കവാക്കി ഷിക്കഡായി ചോജോടെ കൂടെ വരികയാണ്. ഇനോജിൻ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ ഇനോജിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് നമ്മളുടെ കവാക്കി ഇപ്പോൾ വന്നേക്കുന്നത്. കാരണം ഇതൊരു സാധാ മിഷനാണ്, ഒരു എ റാങ്ക് ഒന്നും അല്ല, ഒരു ഡി റാങ്ക് മിഷനൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ളൊരു മിഷനല്ല. ഈ പയ്യനെ സേഫായിട്ട് ഗാർഡായിട്ട് പോയി അവിടെ ചെല്ലുക, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മളുടെ പയ്യനാണെങ്കിൽ ഇവർ ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം ഒരു ടീമാണെന്നും ഷിനോബീസ് ആണെന്നും ലീഫ് വില്ലേജിൻ്റെ ആൾക്കാരാണെന്നും ഒക്കെ ഇവർ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഇവർ പോകുന്ന ലാൻഡിനെ പറ്റിയിട്ട് നമ്മളുടെ ഷിക്കഡായി നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബൈ ദ വേ, ഇന്ന് നമ്മൾ പോകുന്നത് എവിടത്തേക്കാണ്, ലാൻഡ് ഓഫ് കാംസീസിലേക്കാണ്. വലിയ പ്രശ്നമുള്ള സ്ഥലമാണെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമാണ്, ഒരു കൊച്ചു ലാൻഡാണ്. അങ്ങനെ നമ്മളുടെ പയ്യൻ ചോദിക്കുന്നുണ്ട്, എന്തായി കവാക്കി ഒന്നും മിണ്ടാത്തെന്ന്. ചോദിച്ചോ ഇങ്ങനെ കവാക്കിനും തന്നെ സൈറ്റ് ചെയ്തുകൊണ്ട് പോവായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കുമാണ് ആ കവാക്കി പറയുന്നത്, ഞാൻ സത്യത്തിൽ ഷിനോബിയൊന്നും അല്ല, ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധാ ആളാണ്, എനിക്ക് ഷിനോബി ആവണമെന്നും ഒരു ആഗ്രഹമില്ല, ഞാൻ ചുമ്മാ ആണ് നിങ്ങളുടെ കൂടെ വരുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ കവാക്കി പറയാണ്, ഞങ്ങൾ ആരും ഷിനോബീസ് അല്ലെന്ന് പറയല്ലോ, ഇവൻ ചുനനാണ്, മറ്റത് ഗന്നിനാണ്, അതിൽ കൂടുതൽ നിനക്ക് എന്ത് വേണമെന്ന്. അപ്പോൾ അവൻ പറയാണ്, എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ ഗ്രാൻഡ്മയ്ക്ക് ഇത്രയും വിലപ്പെട്ട ഒരു ആർട്ട് വർക്ക് എനിക്ക് കൊണ്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ മുത്തശ്ശി ഇതും കാത്തവിടെ ഇരിക്കുകയാണ്, അവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഇത് സേഫായിട്ട് അവിടെ കൊണ്ട് എത്തിക്കുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന്. അപ്പോൾ കവാക്കി പറയാണ്, അല്ല ഇല്ല എന്നൊക്കെ ആര് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരുമല്ലേ, നമുക്ക് ഒന്നും പറ്റത്തില്ല, ഈ ഒരു സാധനം കൊണ്ട് കൊടുക്കുന്നതിന് നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നത്, അങ്ങനെ ടെൻഷൻ ആവാൻ മാത്രം ഒന്നും ഇല്ലല്ലോ എന്ന്. ഗഡതും മൊസുക്കുൻ ആകെ ദേഷ്യം വരാണ്. തനിക്ക് എന്തറിയാം, അങ്ങനെ ഒന്നുമില്ലെന്ന് ആര് പറഞ്ഞു, ഇത് ഭയങ്കര വിലപ്പെട്ടതാ, ഇത് ഒന്നേ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യാണ്, മുമ്പോട്ട് നടക്കാണ്. ഈ പയ്യൻ എന്താ ഇങ്ങനെ എന്ന രീതിയിലാണ് കവാക്കി പുറകെ നടക്കുന്നത്. കവാക്കിയോട് കുറച്ചുകൂടി ലൈറ്റായിട്ടും സോഫ്റ്റായിട്ടും ഒക്കെ പെരുമാറാൻ ഇവിടെ ഷിക്കഡായി ഉപദേശിക്കുന്നുണ്ട്. ഞാൻ നീയൊന്നും പറഞ്ഞാൽ കേൾക്കില്ല, നീ ക്യാപ്റ്റനായിട്ട് അഭിനയിക്കാനൊന്നും വരണ്ടെന്ന രീതിയിലാണ് കവാക്കിയുടെ നിപ്പം. അതേസമയം ഷിക്കമാർ വന്നിട്ട് നാറുട്ടോയോട് പറയാണ്, അതായത് 4 പയ്യന്മാരുടെ ബോഡി മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പം ഈ ഇടയ്ക്ക് 5 പയ്യന്മാരുടെ ആയി, പിന്നെ ഇപ്പം നമ്മളുടെ ബോർഡറിനടുത്ത് ഒരു ചെറുക്കനെയും കൂടെ കൂട്ടി 6 പേര്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം ബോഡിയിലും മുഖം നേരെ കാണാൻ വയ്യ. പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ലെന്ന് ഷിക്കമാർ പറഞ്ഞാലും നാറൂട്ടോ ഫുൾ ഒന്ന് സർവൈലൻസിലും വില്ലേജിൻ്റെ സെക്യൂരിറ്റി ചെറുതായിട്ടൊന്ന് കൂട്ടാനും അതുമാത്രമല്ല ബോഡി കളക്ട് ചെയ്ത് എവിടത്താന്ന് ഒന്ന് അനലൈസ് ചെയ്യാനും ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ബൊറൂട്ടോ സാറാഡ മിറ്റ്സുക്കി ടീം 7 പോകുന്നത് കാണിക്കുന്നത്. നമ്മളുടെ പിള്ളേർ കാലിത്തോട്ടത്തിലേക്ക് പശുവിനെ കൊണ്ട് പോവാണ്. അവർക്ക് ഡി റാങ്ക് മിഷനാണ്, നമുക്കറിയാം കവാക്കിയുടെ ഇത് കാരണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ കുറോബാനയും ജുജുമാറും കാലിത്തോട്ടത്തിൽ റെസ്റ്റ് എടുത്തു രാത്രി, എന്നിട്ട് അവരവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ അവർ നമ്മളുടെ ടീമിനെ കാണുന്നുണ്ട്, സാധാ പിള്ളേർ പോട്ടെ എന്ന് പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ കാര്യമായിട്ട് തന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരെന്തായാലും ഈ വില്ലേജിൽ പെട്ട നമ്മളുടെ ലീഫ് വില്ലേജിൻ്റെ ആൾക്കാരല്ല, അതവരുടെ ഡ്രസ്സിങ് നിന്ന് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇവർക്ക് എന്തായിരിക്കും ഇവിടെ കാര്യം എന്ന രീതിയിൽ മിറ്റ്സുകിയും ചോദിക്കുന്നുണ്ട്. ബൊറൂട്ടോ പറയുന്നുണ്ട്, സസ്പീഷ്യസ് ആയിട്ട് എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട്, അതായത് ഇവരെ ഭയങ്കര രക്തത്തിൻ്റെ മണം, അതായത് ബ്ലഡിൻ്റെ മണം, അങ്ങനെ ബ്ലഡിൻ്റെ മണം വരണമെങ്കിൽ ഇവരാരെ കൊന്നിട്ടുണ്ടോ എന്നല്ലേ എന്ന്. അപ്പോൾ നമ്മളുടെ സറാഡ പറഞ്ഞ, ഇട കാണുന്നതെല്ലാം നീ പോയി സംശയിക്കാൻ നിൽക്കാതെ, അതങ്ങനെയൊന്നും ആർക്കത്തില്ല, വാ പോവാന്നും പറഞ്ഞിട്ട് സറാഡ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ വിളിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കുറോബാനയും ജുജുമാറും നേരെ എന്ത് ചെയ്യാണ്, നമ്മൾ ട്രാക്കിംഗ് സിസ്റ്റം ഓണാക്കാണ് നമ്മളുടെ കുറോബാനെ. അവൻ്റെ കണ്ണു വെച്ചാണല്ലോ അവനെ ചെയ്യുന്നത്.
അങ്ങനെ എങ്ങനെ അവർ ട്രാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കുറോബാനെ ആരാണോ ഉദ്ദേശിക്കുന്നത് അയാൾ പോയ ഫുട് പ്രിൻറ്റ്സ് കുറോബാനയ്ക്ക് അവൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഗ്ലോ ആയി സ്വർണ്ണ കളറിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവേ. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ പോകുന്നത്. എന്തായാലും അവരുദ്ദേശിച്ച ആളിനെ കിട്ടിക്കഴിഞ്ഞു ഒന്നും മനസ്സിലാവാണ്. ബൊറൂട്ടോ എന്നത് കാര്യമാക്കുന്നില്ല, പോകുന്നോ ഇല്ല ഇപ്പം അങ്ങോട്ട്. അതിന് ശേഷം എന്തിയാണ് നമ്മളുടെ കവാക്കിനെ കാണിക്കുകയാണ്. കവാക്കി മൊസുക്കിനെ കൊണ്ട് ആകെ തോറ്റിരിക്കുകയാണ്. കവാക്കിയുടെ കൂടെ അവർ വരാൻ ഒട്ടും താല്പര്യമില്ല. ലാസ്റ്റ് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു കൊച്ചു ഇടവഴി കൂടെ നടക്കണം. അപ്പോൾ മൊസുക്കുവിന് പേടിയാവാണ്. അവൻ വഴുതി വീഴാൻ പോകുമ്പോൾ കവാക്കിയാണ് പിടിക്കുന്നത്. അപ്പോൾ ചോദിച്ചു പറയുന്നുണ്ട്, ആ പെട്ടി ഇങ്ങോട്ട് ഞാൻ വെച്ചേക്കാം, ആ പോട്ട് ഞാൻ സൂക്ഷിച്ചോളാന്ന്. അപ്പോഴത്തേക്കും മൊസുക്ക് പറയണം, വേണ്ട നീ എന്തിനാ സൂക്ഷിക്കുന്നത്, എനിക്കത് സൂക്ഷിക്കാറില്ല, അതിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചോണ്ട് വന്നത്, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമേ ഇല്ലെന്ന്. അത് കേട്ടിട്ട് നമ്മളുടെ കവാക്കിക്കോ ചോച്ചോക്കോ ഷിക്കഡായിക്കോ ഒന്നും കാര്യം മനസ്സിലായില്ല. പിന്നെ അവൻ എന്ത് ചെയ്യണം, കുറേ അധികം മുമ്പോട്ട് പോയിട്ട് ഒരു റിവർ സൈഡിൽ റെസ്റ്റ് ആയിരിക്കുകയാണ്. അതായത് ഒരു പുഴയോരത്ത് റെസ്റ്റ് ചെയ്യാനിരിക്കുകയാണ്. അങ്ങനെ ഒരു പുഴയോരത്ത് റെസ്റ്റ് ചെയ്യാനിരിക്കുമ്പോൾ മൊസുക്കിൻ്റെ കയ്യിൽ ഒന്നുമില്ല കഴിക്കാൻ. അതുപോലെ തന്നെ കവാക്കിയും ഒന്നും എടുത്തിട്ട് വന്നിട്ടില്ല. ചോജാണ് കവാക്കിക്ക് എന്ത് ചെയ്യുന്നത്, റൈസ് പുഡിങ് കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിക്കുന്ന കവാക്കി അത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മളുടെ ഹിനാറ്റോ ഉണ്ടാക്കുന്നത് പോലെയൊക്കെ അതിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്, ബെറ്റർ എന്നല്ല വേറൊരു ടേസ്റ്റ്. അങ്ങനെ നമ്മളുടെ ചോജ് വലിയ മനസ്കായതുകൊണ്ട് തന്നെ അവന് 2 പീസ് കൂടെ കൊടുക്കുന്നുണ്ട്. അതും കൊണ്ടാണ് മൊസ്കോൻ്റെ അടുത്ത് പോയിട്ട് മൊസ്ക് വെള്ളം കുടിച്ച് വയർന്ന് വയ്ക്കുന്ന കണ്ടിട്ട് ഇതാ ഇത് കഴിക്കുന്നു പറഞ്ഞ് കവാക്കി കൊടുക്കുന്നത്. അങ്ങനെ മൊസ്കോ എന്ത് ചെയ്യുന്നുണ്ട്, അത് കഴിക്കുന്നുണ്ട്. അവൻ അത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അത്രയും വിശപ്പിൽ അവൻ കഴിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ജുജുമാറും കുറബാനയും അവിടെ നിന്ന് കാണുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ജുജുമാറും കുറബാനയും ഇങ്ങനെ പറയുന്നുണ്ട്, രാത്രി സമയമാവട്ടെ നമുക്ക് നമ്മളുടെ കളികൾ ആരംഭിക്കാമെന്ന്. അതേസമയം ഇവിടെ കവാക്കിയോട് എന്തോ ഒന്ന് പറയാനായിട്ട് നമ്മളുടെ മൊസുക്ക് വരാണ്. എല്ലാ വില്ലേജസും പറയുന്നത് പോലെ, എല്ലാ ഹൊക്കാഗെ ഇരിക്കുമ്പോഴും പറയുന്നത് പോലെ, അതായത് വേറെ എന്താണ് നമ്മളുടെ വില്ലേജിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ആരും അറിയുന്നില്ല. അതായത് ലീഫ് വില്ലേജിലല്ല, നമ്മുടെ മെയിൻ സിറ്റി അല്ല, വേറെ ചെറിയ ചെറിയ സ്ഥലത്ത് അവിടെ കറക്റ്റായിട്ട് സമയത്ത് ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. എന്താണെന്ന് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് പറയണമെങ്കിലും പറഞ്ഞാൽ ഇനി കൂടുതൽ പൈസ ചോദിച്ചാലോ എന്ന രീതിയിലൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മളുടെ മൊസുക്കും മിണ്ടുന്നില്ല. എന്തായാലും ഇവിടെ ഇവന്മാര് കുറോബാനെ ജുജുമാറും ഇട്ട പ്ലാൻ കറക്റ്റാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, രാത്രി പോവാണ്. രാത്രി ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കണമെന്ന് ചോദിച്ചാൽ മൊസുക്കൂനൊട്ടും താല്പര്യമില്ല. പെട്ടെന്ന് അവിടെ ചെന്ന് ചേരണം, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന രീതിയിലാണ് മൊസുക്ക പറയുന്നത്. അവർ റെസ്റ്റ് എടുക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ കുറേ ദൂരം പോകുമ്പോൾ പെട്ടെന്ന് ഒരു മഞ്ഞുകൂട്ടം, ഒരു ഫോഗി അപ്പിയറൻസ്, അതായത് പെട്ടെന്ന് അവരുടെ മുന്നിൽ ഒന്നും കാണാൻ പറ്റാതെ മഞ്ഞ് കൊണ്ട് നിറയാണ്. അങ്ങനെ അവർക്ക് എന്താ അങ്ങനെയാണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് കവാക്കി പറയാണ് എന്തോ ഒരു അറ്റാക്കാണ് റൗണ്ടപ്പ് ആയിട്ട് നിൽക്കാമെന്ന്. അങ്ങനെ റൗണ്ടപ്പ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ മുസുക്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബോക്സ് കുറോബാനെ എടുക്കുകയാണ്. അതും ഒരു ബ്ലഡ് ത്രെഡ് യൂസ് ചെയ്ത് രക്തനൂല് യൂസ് ചെയ്ത്. അങ്ങനെ അത് യൂസ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളുടെ മൊസുക്കു അത് വാങ്ങാനായിട്ട് പാഞ്ഞു പോയി എടുക്കാൻ നോക്കുമ്പോൾ അവൻ്റെ പുറത്ത് ബ്ലഡ് ത്രെഡ്, ആ രക്തനൂല് തട്ടുകയാണ്. അത് കാരണം തന്നെ അവന് പെട്ടെന്ന് എന്തോ ഒന്ന് സംഭവിക്കുകയാണ്. അതേസമയം കുറോബാനെ അവൻ രക്ഷപ്പെട്ടു പോവാണ്. ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നത് ആരാണ്, നമ്മളുടെ ജുജുമാറുമാണ്. അങ്ങനെ മുസുക്കുൻ്റെ പുറത്ത് ബ്ലഡ് പറ്റിയത് തന്നെ മുസുക്കു ആരുടെ കൺട്രോളിൽ പോവാണ്, നമ്മളുടെ ജുജുമാറിൻ്റെ കൺട്രോളിൽ പോവാണ്. അങ്ങനെ മുസുക്കുവിൻ്റെ കൈ പിടിച്ച് എന്ത് ചെയ്യണം, നമ്മളുടെ ജുജുമാറും ഇങ്ങനെ കഴുത്തിൽ ചേർത്ത് വെക്കുകയാണ്. ഇത് നമ്മളുടെ ഹിഡൻ്റെ ടെക്നിക്ക് പോലത്തെ ഒരു ടെക്നിക്കാണ്, അതല്ല. അങ്ങനെ നമ്മളുടെ മുസുക്കുൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടതും കവാക്കിക്ക് ദേഷ്യം വരാണ്. നീ ആരാണ്, എന്തിനാണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയണ്ട, ഞാൻ നിൻ്റെ കൊത്ത തീർക്കും എന്നും പറഞ്ഞ് കവാക്കി എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോ സയൻറ്റിഫിക് ടെക്നിക്ക് യൂസ് ചെയ്ത് കൈ വലുതാക്കി അവളെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അതേസമയം ഷിക്കഡായി പോയിട്ട് മൊസുക്കിൻ്റെ കഴുത്തിലടിച്ച് വീക്ക് പോയിന്റിൽ അടിച്ച് അവനെ മയക്കി വീഴ്ത്തുകയാണ്. അതുകൊണ്ട് തന്നെ മൊസുക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ നമ്മളുടെ കവാക്കി കുറേ അധികം ത്രെഡ്സ് അവൻ്റെ കൈ യൂസ് ചെയ്യാൻ തന്നെ പൊട്ടിക്കുന്നുണ്ട്. എന്നാൽ തന്നെയും അത് പെട്ടെന്ന് റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ, അത് പെട്ടെന്ന് തന്നെ പഴയതുപോലെ ഉണ്ടാക്കി കൊണ്ടുവരാൻ ജുജുമാറിന് കഴിയുന്നുണ്ട്. പിന്നെയും ഒരുപാട് ത്രെഡ്സ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ്. കുറേ നേരം ഷിക്കഡായി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. കവാക്കിക്കും എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. കാരണം അവൻ്റെ ദേഹത്തും ബ്ലഡ് പറ്റിയാൽ അവനും പ്രശ്നമാണെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞു. സമയം കുറോബാനെ പറയുന്നുണ്ട്, മിഷൻ കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോയി കൊടുത്താൽ മാത്രം മതിയെന്ന്. അങ്ങനെ പറഞ്ഞ് അവൻ ഓടുകയാണ്. അതേസമയം നമ്മളുടെ ഷിക്കഡായി പറയണം, ചോച്ചോ നീ വേണം ആക്ട് ചെയ്യാൻ, ചോച്ചോ നീ ചെയ്യില്ലേന്ന് ചോദിക്കുമ്പോൾ തന്നെ ചോച്ചോ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ ബോഡി എൻലാർജ് ചെയ്തിട്ട് ചുറ്റിക്കറങ്ങി ആ നൂലെല്ലാം പൊട്ടിക്കുന്നുണ്ട്. ചോച്ചോ ചിപ്സ് എന്നോണ്ടിക്കുമായിരുന്നു. പെട്ടെന്ന് ഇത് ചെയ്തത് കണ്ട് കവയ്ക്ക് പോലും അമ്പരന്ന് പോയി. ഇത് കാരണം തന്നെ ജുജുമാറിന് പെട്ടെന്ന് ഇവനെ ഈ ഒരു ത്രെഡ്സ് എല്ലാം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ചോച്ചോനെ പെട്ടെന്ന് ബ്ലഡ് പറ്റിയതുകൊണ്ട് തന്നെ ജുജുമാർ കൺട്രോൾ എടുക്കാതെ
വെച്ചാൽ അത് ചെയ്യുമ്പോൾ നമ്മളുടെ ഷിക്കഡായി എന്ത് ചെയ്യാണ്, ഷിക്കഡായി ചോജോനെ കൺട്രോൾ എടുക്കുകയാണ്. എങ്ങനെ? ഷാഡോ പാരലൈസിങ്. ജുജുമാറു ചോജോന്റെ അടുത്ത് നിൽക്കുമായിരുന്നു അവളെ കൺട്രോൾ എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഷിക്കഡായി ഈസി ആയിട്ട് ചോജോനെ ഉപയോഗിച്ച് ജുജുമാറിനെ അടിച്ച് ദൂരത്തിറപ്പിക്കുകയാണ്. അതേസമയം ജുജുമാർ വിട്ടൊന്നും കൊടുക്കുന്നില്ല. ജുജുമാർ പൊട്ടെന്ന് തന്നെ മണ്ടയ്ക്ക് കയറിയിട്ട് അവൾ ബ്ലഡ് നീഡിൽസ് യൂസ് ചെയ്ത് ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കവാക്കിയും ഷിക്കഡായും എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ടെങ്കിലും നമ്മളുടെ ചോജോ നമ്മളുടെ മൊസുഗോനെ രക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് കയറിയിട്ട് അവൾ ആ മുള്ളു മൊത്തം ഏറ്റുവാങ്ങാണ്, നീഡിൽസ് മൊത്തം ഏറ്റുവാങ്ങാണ്. അങ്ങനെ ആ നീഡിൽസ് കൊണ്ടുള്ള അറ്റാക്ക് കാരണം ചോജോയ്ക്ക് നല്ല രീതിയിൽ പരിക്കേറ്റു. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ജുജുമാർ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഷിക്കഡായി എന്ത് ചെയ്യുന്നുണ്ട്, ഷാഡോ പാരലൈസിങ് യൂസ് ചെയ്ത് അവളെ പാരലൈസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കവാക്കി പോയി ഇട്ടിച്ച് അവളെ ബോധം കെടുത്തിട്ട് കെട്ടിയിടുന്നുണ്ട്. നമ്മളുടെ ചോജോയ്ക്ക് ട്രീറ്റ്മെൻറ്റ് പൊക്കോണ്ടിരിക്കുകയാണ്. അതേസമയമാണ് മൊസുക്ക് പറയുന്നത്, ഞാൻ കാരണമാണ് ഇപ്പോൾ ഈ ചേച്ചിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. എൻ്റെ വില്ലേജിൽ ഒരു ഭയങ്കര മാരകമായിട്ടുള്ള ഒരു പകർച്ചവ്യാധി, നമ്മളെ കോവിഡ് പോലെ അങ്ങനെ എന്ത് ചെയ്യാണ്, അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്മോൾ പോക്സ് ഒക്കെ വന്ന സമയമില്ലേ, അതായത് ചിക്കൻ പോക്സ് ഒക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ അത്ര ആൾക്കാർ എത്ര സഫർ ചെയ്തോ അതേപോലെ ഇങ്ങനെ അസുഖം വന്നവരെ കൊന്നുകളയുക എന്നൊരു ഇത് മാത്രമേ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞങ്ങളുടെ മാസ്റ്റർ, ഞങ്ങളുടെ സയൻറ്റിസ്റ്റ്, പുള്ളിയുടെ പേര് അവോസ എന്നാണ്. പുള്ളി ഒരു ഡോക്ടർ കൂടാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവോസ ആണെങ്കിൽ മൊസുക്കും പിന്നെ 6 പിള്ളേരും ചേർത്ത് 7 പേരെ ഒരു ടീമാക്കി പല വില്ലേജുകളിലേക്ക് അയക്കുമായിരുന്നു. അതായത് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഓരോരോ വില്ലേജുകളിൽ പോയിട്ട് അവിടുന്ന് മെഡിസിനൽ ഹെർബ്സ്, അതായത് പച്ചമരുന്നുകൾ അങ്ങാടിക്കടയിൽ നിന്നും വാങ്ങിയിട്ട് വരണം, ബാക്കിയുള്ളത് പറിച്ചിട്ടും വരണം. അപ്പോഴത്തേക്കും അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആ ഒരു മരുന്ന് കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെയുള്ള ജനങ്ങൾക്ക് ആ പകർച്ചവ്യാധിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും പോകണം. പോയിട്ട് വരുന്നത് വരെ ഈ പൈസ സൂക്ഷിച്ച് ചിലവാക്കണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇത്ര രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവസ കൊടുത്ത പൈസ കൊണ്ടാണ് മസുക്കു അത്രയധികം മിച്ചം പഠിച്ച് വെച്ചിരുന്നത്. അതങ്ങനെ ഡിസ്കൗണ്ട് ഒക്കെ ചോദിച്ചത് കേട്ടോ. അപ്പോഴത്തേക്കും അവൻ അതെല്ലാം പറയുന്നുണ്ട്. നമ്മളുടെ ഷിക്കോഡായിക്ക് ഇത് കേട്ടിട്ട് സങ്കടം തോന്നുന്നുണ്ടെങ്കിലും അവന് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ സംസാരിക്കാൻ ഇപ്പോൾ കഴിയുമെന്ന് പറഞ്ഞിട്ട് പറയാണ്. എൻ്റെ അഭിപ്രായം ഈ ഒരു മിഷൻ നമ്മൾ ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാണ്, നമ്മൾ തിരിച്ച് വില്ലേജിലേക്ക് പോവാണ്. അതാണ് എൻ്റെ തീരുമാനമൊന്നും നടക്കൂല എന്ന് നമ്മളുടെ കവാക്കി പറയണേടാ, ഞാൻ നിൻ്റെ കൂടെ വരും, നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നിൻ്റെ ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ സഹായിച്ചിരിക്കും എന്ന രീതിയിൽ ആർക്ക് നമ്മളുടെ സുഖന് വാക്ക് കൊടുക്കാനേടാ, നീ പോവരുത്, നടക്കൂല എന്ന് പറയാണ് നമ്മളുടെ ഷിക്കഡായി. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കഡായി അല്ല, അവൻ പറഞ്ഞാൽ തന്നെ നമ്മളുടെ ആദ്യം കേൾക്കത്തില്ല, കവാക്കി കേൾക്കത്തില്ല. കാരണം കവാക്കി ഒരു തീരുമാനം എടുത്താൽ പിന്നെ കവാക്കിക്ക് അത് തെറ്റെന്ന് വിചാരിച്ചാൽ പോലും കവാക്കി ആ തീരുമാനം മാറ്റത്തില്ല. അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ. നമ്മളുടെ ഷിക്കഡായി പറയുന്നുണ്ട്, മൊസുക്കോ നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഇവനെ സൂക്ഷിച്ചണോ എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല എനിക്കിപ്പോൾ ഇതേ ഉള്ളു വഴിയെന്ന് പറഞ്ഞാൽ മൊസുക്കോ പോവാണ്. കവാക്കിയും മൊസുക്കും കൂടെ ആ ആളെ നമ്മളുടെ മനെ തിരക്കിയിട്ട് പോവാണ്. അങ്ങനെ കുറേ ദൂരം പോകുമ്പോൾ തന്നെ ഇവൻ പറയാണ്, ഞാൻ എന്തേലും ആയിപ്പോയാൽ ഈ സംഭവം നിങ്ങൾ അവിടെ തന്നെ എത്തിച്ചേക്കണേ, കാരണം എനിക്ക് ആ സംഭവം അവിടെ എത്തിക്കുന്നത് അത്രയും പ്രധാനമാണെന്ന് നമ്മളുടെ ഹൊക്കാഗെ അടുത്ത് ഈ കാര്യം എല്ലാം പറയുന്നുണ്ട്. ഹൊക്കാഗെ പെട്ടെന്ന് തന്നെ അടുത്തൊരു ടീമിനെ അവർക്ക് സപ്പോർട്ടായിട്ട് വിടാൻ പറയുന്നുണ്ട്. ആ ഒരു ലാൻഡ് ഓഫ് കാംസീസിന് അടുത്ത് നിൽക്കുന്ന ഏത് ടീമാണെന്ന് നോക്കുമ്പോൾ ബൊറൂട്ടോയുടെ ടീമാണ്. പെട്ടെന്ന് തന്നെ ബൊറൂട്ടോയുടെ ടീമിനെ അറിയിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് മിത്സുകിയോട് വന്നിട്ട് ഒരു ജോൻ പറയുന്നുണ്ട്, അതായത് ഇതുപോലൊരു സംഭവമുണ്ട്, നിങ്ങൾ പോകണമെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ടീം എന്ത് ചെയ്യാണ്, അവരൊക്കെ സപ്പോർട്ടായിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ടീം പെട്ടെന്ന് തന്നെ അവിടെ എത്തുന്നുണ്ട്. സാറാഡിനെ കണ്ടതും ചോദിക്ക് സ്വർഗം കിട്ടിയ സന്തോഷം. അങ്ങനെ ചോദിച്ചു ഭയങ്കര സന്തോഷമായിട്ട് തന്നെ നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇനി എന്ത് ചെയ്യുമെന്ന് നമ്മളുടെ ബോറൂട്ടോട് ചോദിക്കുമ്പോൾ അങ്ങനെ കവാക്കിനെ ഒറ്റയ്ക്ക് ഞാൻ വിടൂല, ഞാനും അവൻ്റെ കൂടെ പോകാൻ പോകുന്നു എന്ന മട്ടാണ് ബോറൂട്ടയ്ക്ക്. ആഹാ, വന്നതും പോയതും നിന്നതും എല്ലാം കണക്കാകുന്ന രീതിയിലാണ് ഷിക്കഡായി നിൽക്കുന്നത്. ഷിക്കഡായിനെ പറഞ്ഞ് ഒരു വിധത്തിൽ സമ്മതിപ്പിക്കുകയാണ്. കാരണം നമ്മളുടെ ബോറൂട്ടോനെ മാത്രം വിടാൻ പറ്റൂല. നമ്മളുടെ ബോറൂട്ട പറയാണ്, ജുജുമാറുനെയും കുറബാനെ അവനെയും ഞങ്ങൾ മുമ്പേ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറയുന്ന ഡ്രസ്സിങ് വെച്ചാണെങ്കിൽ അവന് ഞങ്ങൾ ആ ഒരു പശുവിനെയും കൊണ്ട് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന 2 ആൾക്കാരായിരിക്കണമെന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ കവാക്കിയും നമ്മളുടെ മുസുക്കും അവിടെ എത്തുന്നുണ്ട്. കവാക്കി അവൻ അറ്റാക്ക് ചെയ്ത് പിടിച്ച് അവൻ്റെ കയ്യിലുള്ള ഒരു സംഭവം ഇവന് തിരിച്ചു കൊടുക്കാൻ പറയാണ്. അത് നടക്കൂലെന്ന് പറഞ്ഞ് ഇവൻ ഫുള്ള് ഫോഗ് ക്രിയേറ്റ് ചെയ്ത് വിടാണ്. ആ ഫോഗിൻ്റെ പ്രത്യേകതയോ അവിടെ ഒരു കുറബാനെ ഉള്ളെങ്കിൽ അതിന് 4 ആയിട്ട് അവന് ചുറ്റും കാണിക്കും. നമ്മൾ കവാക്കി കൈയെടുത്ത് വലങ്ങും തെലങ്ങും അടിച്ചു വീശാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ കവാക്കിയുടെ ബോഡിയിൽ നിന്ന് എന്തോ ഒരു സംഭവം വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത് പോലെ, അടുത്ത് നിൽക്കുന്ന ചെടികളൊക്കെ കരിയുന്നത് പോലെ പെട്ടെന്ന് മൊസുക്കു അങ്ങനെ വീണു പോവാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴാണ് നമ്മളുടെ കൊറബാനെ പറയുന്നത് അവൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഒരു മിസ്റ്റ് ഫോർമേഷൻ ആണ്. മിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞുതുള്ളികൾ. അങ്ങനെ മഞ്ഞുതുള്ളികൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. വെള്ളം ഞാൻ എവിടെ നിന്നെടുത്തു? ഈ ചെടികളിൽ നിന്നും ഇവിടെയുള്ള ജീവനുള്ള വസ്തുക്കളിൽ നിന്നും എൻ്റെ ദേഹത്തു നിന്ന് ഒഴിച്ചു വന്ന്. അപ്പോൾ എന്താണ്, ഇവരുടെ ദേഹത്തു നിന്നും ഇതുപോലൊരു സംഭവം ഇവരെടുത്തിട്ടുണ്ട്. അത് കാരണമാണ് ഇപ്പോൾ നമ്മളുടെ മൊസുക്ക് ബോധം പോയി വീഴുന്നതും നമ്മളുടെ കവാക്കിക്ക് വെയിറ്റ് ലോസ് ഫീൽ ചെയ്യുന്നത്.
ഇവിടെ കവാക്കി ഒരു രീതിയിൽ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അതായത് ഇവിടെയുള്ള ചെടികൾക്കാണ് കൂടുതൽ ഈർപ്പമുള്ളത്, മീൻസ് വെള്ളമുള്ളത്. അപ്പോൾ അതിൻ്റെ ദേഹത്തു നിന്നാണ് കൂടുതൽ എടുക്കുക. വിത്തിൻ ഒരു 10 minutes ഇവരുടെ കാര്യവും കഴിയും. അതിനുള്ളിൽ തന്നെ ഇവരുടെ ബോഡിയിലെ ഓൾമോസ്റ്റ് 90% വെള്ളവും ഇവൻ എടുക്കും. അപ്പോൾ അതിനുള്ളിൽ ഇവൻ എവിടെ നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അവിടെ അറ്റാക്ക് ചെയ്ത് ഈ യൂസറിനെ കൊന്നാൽ എന്തായാലും ഈ ജുത്സു നിൽക്കും എന്ന രീതിയിൽ ഒരു പ്ലാൻ നമ്മുടെ കവാക്കി ഒറ്റയ്ക്ക് തന്നെ ഇടാണ്. അങ്ങനെ കവാക്കി എന്ത് ചെയ്യാണ്, നമ്മളുടെ ആ ഒരു സയൻറ്റിഫിക് നിഞ്ച ടൂൾ മൈക്രോ ടെക്നിക്ക് യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇല്ലാതെ എല്ലായിടത്തും അറ്റാക്ക് ചെയ്യാണ്. ആ ഒരു അറ്റാക്ക് കണ്ടതും നമ്മളുടെ കുറോബാനെ ഒരു ബ്ലേഡ് യൂസ് ചെയ്ത് അത് ത്രെഡ് കൊണ്ട് കൺട്രോൾ ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലത്തു നിന്ന് ആ ബ്ലേഡ് വരുന്നുണ്ട്. നമ്മളുടെ കവാക്കി എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഫയർ സ്റ്റൈൽ യൂസ് ചെയ്യാണ്. അവൻ വിചാരിച്ചില്ല സക്സസ് ആവുമെന്ന്, പക്ഷെ ആ ഒരു ഫയർ സ്റ്റൈൽ കിട്ടിലായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ആ ഒരു സമയം തന്നെ കവാക്കിക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് കുറോബാനെ അവൻ്റെ ഓപ്പോസിറ്റ് തന്നെ നിൽപ്പുണ്ട്. അവൻ ഓപ്പോസിറ്റ് തന്നെ അടുത്ത് തന്നെ നിന്നിട്ട് അവിടെ നിന്നാണ് ത്രെഡ് യൂസ് ചെയ്ത് ആ ഒരു ബ്ലേഡ് കൺട്രോൾ ചെയ്യുന്നത്. പല സ്ഥലത്ത് നിന്ന് ആ ഒരു ബ്ലേഡ് കൊണ്ടുപോകുന്നതല്ല, ലൈക്ക് ഒരു നൂല് വെച്ച് അങ്ങോട്ട് എറിയുന്ന ആ ബ്ലേഡ് തിരിച്ചു വലിക്കുന്നത്, പിന്നെ അപ്പുറത്തോട്ട് എറിയുന്നത് തിരിച്ചു വലിക്കുന്നത്. അതായത് അവിടെ തന്നെ നിന്ന് നമ്മുടെ ബൂമറാങ് കളിക്കുകയാണ്. നമ്മളുടെ ഒരു കിഡിലോർഡർ മിസ്റ്റ് വന്ന് കിടക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഒരുപാട് മുമ്പേ എറിയും നമ്മളുടെ ഫയർ സ്റ്റൈൽ വന്നതോടെ ആ മിസ്റ്റ് മാഞ്ഞു പോവാണ്. നൂല് കൃത്യമായിട്ട് തന്നെ കവാക്കി കാണുന്നുണ്ട്. അവനെ പിടിച്ച് ഇടിച്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ച് എല്ലാം തീർന്നു എന്നും പറഞ്ഞ് കവാക്കി നിൽക്കുമ്പോഴാണ് അവൻ ആ ബ്ലേഡ് പിന്നെയും കറക്കി വലിക്കുന്നത്. അത് കവാക്കിയുടെ നേരെ വന്ന് കൊണ്ടുവന്ന് വെച്ചാൽ കവാക്കിക്ക് കൊള്ളേണ്ടതായിരുന്നു. മൊസുക്ക് കയറി എഴേ നിന്നിട്ട് എന്ത് ചെയ്തു, കവാക്കിനെ രക്ഷിച്ചു. എന്നിട്ട് മൊസുക്ക് പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് ദൂരം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, ആ ഒരു സാധനങ്ങൾ എൻ്റെ വില്ലേജിൽ കൊണ്ട് എത്തിക്കണം, അതത്രയും അവർക്ക് അത്യാവശ്യമുള്ളതാണ്. ആ ഓസ അത് കാത്തിരിപ്പുണ്ട്. ഇനി നമ്മളുടെ കവാക്കി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഈ മൊസുക്കുവിനെ രക്ഷിക്കാൻ. ആ സമയം നീ ഗുജുമാറിനെയും കൊന്നു അല്ലേന്നും പറഞ്ഞ് ഈ കുറോബാനെ പിന്നെയും ബ്ലേഡ് എടുത്തിട്ട് കവാക്കിനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ബ്ലേഡ് ഉടച്ചുകൊണ്ട് ബൊറൂട്ടോ അങ്ങോട്ട് വരാണ്. ഷിക്കഡായി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബൊറൂട്ടോയും ഷിക്കഡായും ചേർന്നിട്ട് കുറോബാനെ നല്ലൊരു പരിവ് പടപ്പിച്ച് കൊട്ടക്കുന്നുണ്ടോ. അതിനുശേഷം നമ്മളുടെ കവാക്കി എന്ത് ചെയ്യാണ്, കവാക്കി ആ ഒരു നമ്മളുടെ മൊസുക്കുവിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു സാധനം വാങ്ങിക്കുകയാണ്. ഇതല്ലേ മെഡിസിനൽ ഹെർബ്സ്, ഇത് എവിടെ കൊണ്ട് കൊടുക്കേണ്ട, നീ പറ, ഞാൻ കൊണ്ട് കൊടുക്കാം, ഞാനല്ല നീയും എൻ്റെ കൂടെ കാണുമെന്നൊക്കെ അവൻ പറയുമ്പോൾ ഇല്ല ഞാൻ ഉണ്ടാവില്ലെന്നും പറഞ്ഞ മൊസുക്കു ഭയങ്കര ടയേർഡായിട്ട് മരിച്ചു പോവാണ്. അങ്ങനെ മൊസുക്കു എന്ത് ചെയ്യാണ്, ലാൻഡ് ഓഫ് കാംസീസിലേക്കാണ് അത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് പ്രകാരം നമ്മളുടെ കവാക്കി അത് കൊണ്ടുപോവാണ്. ഇവരുടെ കൂടെ ഒരു മെഡിക്കൽ ഷിനോബി ഇല്ലായിരുന്നു, അത് കാരണം തന്നെയാണ് പെട്ടെന്ന് മരിച്ചു പോയത്. അപ്പോൾ അത് ലീഡറായ എൻ്റെ തെറ്റാണ്, അതുകൊണ്ട് ഞാനും നിൻ്റെ കൂടെ വരുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ബൊറൂട്ടോയും ഷിക്കഡായും കൂടെ കവാക്കിയുടെ കൂടെ പോവാണ്. അതിനുശേഷം പോകുമ്പോഴാണ് പിന്നെയും ഒരു വില്ലൻ വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. നീ ഓടി രക്ഷപ്പെട്ട് ഈ സാധനം കൊണ്ട് ആ ഓസിലെ കയ്യിൽ എത്രയും പെട്ടെന്ന് കൊടുക്കുക, ഞങ്ങൾ ഇവരെ നോക്കിക്കോളാം പറഞ്ഞ് നമ്മളുടെ ബൊറൂട്ടോയും ഷിക്കഡായും അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഔസിനെ കാണാൻ ചെന്ന് സാധനം എടുക്കുക കൊടുക്കാൻ നേരത്താണ് വേറൊരു വില്ലൻ വേട്ടാവളിയൻ. അവനാണെങ്കിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അബോസിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് മര്യാദക സാധനം എൻ്റെ തൈ തന്നോന്ന് പറയാണ്. നമ്മളുടെ കവാക്കി ആണെങ്കിൽ ഇനി വാ ഞാൻ തന്നേക്കാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അവൻ്റെ കയ്യിൽ വെറും ഒരു പെട്ടി മാത്രം കൊടുക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ ഇത് പെട്ടി മാത്രമേ ഉള്ളല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവൻ്റെ മണ്ടയ്ക്ക് നമ്മളുടെ സയൻറ്റിഫിക് മൈക്രോ ടെക്നിക്ക് യൂസ് ചെയ്ത് അവൻ്റെ കൈ വലുതാക്കിയിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ അടിച്ച് അവിടെ നിലത്ത് കൊത്തിയിടുകയാണ്. അതിനുശേഷം യഥാർത്ഥ സാധനം ഔസയ്ക്ക് കൊടുക്കുകയാണ്. അതുമാത്രമല്ല നമ്മളുടെ പയ്യൻ മരിച്ചു പോയിന്നും അവൻ്റെ ബോഡി അവിടെ കിടപ്പുണ്ട് കാട്ടിലാണെന്നും എടുക്കാൻ കഴിഞ്ഞില്ലെന്നും അതെടുത്ത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അടക്കം ചെയ്യണം എന്നൊക്കെ നമ്മളുടെ ആര് പറയാണ്, കവാക്കി പറയാണ്. തിരിച്ചു പോകുമ്പോൾ കവാക്കിക്ക് ഇതുപോലൊരു സങ്കടം വേറെ ഇല്ല. അവനവൻ്റെ ലൈഫിൽ ഇതുവരെ ഇത്രയും വേണ്ടപ്പെട്ട ഒരു പാവം ഒരാളും മുമ്പിൽ കിടന്ന് മരിച്ചു പോകുന്ന കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ബൊറൂട്ടോയോടും എല്ലാവരോടും കവാക്കിയുടെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ നന്നായിരുന്നു എന്ന രീതിയിലാണ് എല്ലാവരും പറയുന്നത്. പിന്നെ നമ്മളുടെ ചോച്ചോനെയും സറാഡേനെയും കാണിക്കുകയാണ്. ചോച്ചോ എത്ര ഫുഡ് കഴിക്കുന്നു അത്രത്തോളം ചോച്ചോ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കവാക്കിക്കാണെങ്കിൽ ടോഫിനെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയാണ് നമ്മളുടെ ബൊറൂട്ടോ. അങ്ങനെ അത് നമ്മളുടെ കവാക്കി കഴിക്കുകയാണ്. അത് കഴിക്കുമ്പോൾ അവൻ റിക്കവർ ആവുമെന്ന് നമ്മളുടെ ബൊറൂട്ടോ പറയാണ്. എന്നാലും ബൊറൂട്ടോയ്ക്ക് ടെൻഷനുണ്ട്, കവാക്കിയുടെ കാര്യം എന്താവും, ക്യാപ്റ്റനെ ധിക്കരിച്ചതല്ലേ എന്ന്. കവാക്കി ഇറങ്ങിയതിന് ശേഷം മാത്രമേ എൻ്റെ റിസൾട്ട് പറയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഷിക്കഡായി ആണെങ്കിൽ കവാക്കി ഇറങ്ങുന്നതും കാത്തു നിൽക്കുകയാണ്. അവനെ വിളിച്ചിട്ട് ഷിക്കഡായിയുടെ മുത്തശ്ശൻ്റെ കല്ലറയിൽ കൊണ്ടുപോയി കാണിക്കുകയാണ്, ഷുക്കാക്കുവിൻ്റെ. അങ്ങനെ പറയാണ് അദ്ദേഹം സാക്രിഫൈസ് ചെയ്തതാണ് ഈ ലോകത്തെ എല്ലാവർക്കും വേണ്ടി, എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സാക്രിഫൈസ് ചെയ്തതാണ്. നിനക്ക് മനസ്സിലായോ? ഒരു ടീം വർക്ക്, ഒരു വില്ലേജിനെ കാത്തു രക്ഷിക്കാൻ നിൻ്റെ അച്ഛനായിട്ടുള്ള നാറൂട്ടോ ആയിക്കോട്ടെ ബൊറൂട്ടോ ആയിക്കോട്ടെ ഈ വില്ലേജിൽ
ഷിക്കമാറും ആയിക്കോട്ടെ കൃത്യമായിട്ടൊരു ഉദ്ദേശത്തോടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഷിക്കമാറും ആയിക്കോട്ടെ അദ്ദേഹത്തിനും ഈ വില്ലേജ് പ്രൊട്ടക്റ്റ് ചെയ്യണം, ഹൊക്കാഗെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതാണ് ഉദ്ദേശം. അപ്പോൾ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ നിനക്കൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ തോന്നുന്നില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിനക്ക് ഷിനോബി ആവണ്ടേ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ നമ്മളുടെ കാവാക്കിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു തോട്ട് വരാണ്. ശരിയാണല്ലോ, എനിക്ക് നാറൂട്ടോനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എനിക്ക് ബൊറൂട്ടോനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഹിനാറ്റ ഹിമവാരി വില്ലേജ് ഫുൾ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം, കാരണം ഇതെല്ലാം നാറൂട്ടോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഷിനോബി ആവണമെന്നൊരു തോന്നല് നമ്മളുടെ കാവാക്കിയുടെ ഉള്ളിൽ അങ്ങനെ വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ റിസൾട്ട് കേൾക്കാനായിട്ട് കാവാക്കി പേടിച്ച് നിൽക്കുമ്പോൾ നാറൂട്ടോ അങ്ങോട്ട് വരികയാണ്. കാവാക്കിയോട് വൈകുന്നേരം കണ്ട് നമ്മളുടെ കാവാക്കിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് റിസൾട്ട് എന്തായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇനിയും ട്രൈ ചെയ്യും, എന്തായാലും പറഞ്ഞു, എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ ട്രൈ ചെയ്തില്ലല്ലോ എന്ന രീതിയിൽ കാവാക്കി ടെൻഷൻ ആവുന്നുണ്ട്. നാറൂട്ടോ പറയണം പേടിക്കാനൊന്നുമില്ല, നീ പാസ്സായിട്ടുണ്ട്. ഷിക്കമാറ് പറഞ്ഞത് നീ കിടിലായിട്ട് നല്ലൊരു പെർഫോമൻസ് ആണ് കൊണ്ടുപോയെന്നാണ്, നിൻ്റെ പ്ലാനിങ്ങും അതും എല്ലാം കിടിലായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൃത്യമായിട്ട് നാറൂട്ടോ പറഞ്ഞവൻ അടുത്ത ഒരു ഗെയിനായിട്ടുണ്ടെന്ന് പറയാണ്. എന്നാലും നമ്മളുടെ കാവാക്കിക്ക് ചെറിയ വിഷമമുണ്ട്, ചെറുതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ വിഷമമുണ്ട്. മറ്റേ അവൻ്റെ കൺമുന്നിൽ വെച്ച് മരിച്ചു പോയതല്ലേ. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് സുബാക്കിനെയാണ്. സുബാക്കി ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. സസങ്ക നീ ഇന്ന് നന്നായിട്ട് ഫൈറ്റ് ചെയ്തു എന്ന രീതിയിൽ തന്നെയാണ് സുബാക്കി നോക്കുന്നത്. സസങ്ക പറയുന്നുണ്ട് നീ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ആവാണ്ട് സുബാക്കി, നീ ഒന്നും ആയിട്ടില്ല, നീ ആ ഒരു കുറോസാവ സോഡിൻ്റെ അടുത്ത് പോലും എത്തത്തില്ല എന്ന്. അത് ആരുടെ സോഡാന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നത് പോലെ മിഫുനയുടെ സോഡാണ്. ഡ്രീം അവിടെ വെച്ച് തീരെയാണ്, അവൾ പിന്നെ ഒന്നും കാണിക്കുന്നില്ല. അതിനുശേഷം ഒരു ഹോസ്പിറ്റലിൽ ഒരാളെ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി അയാളുടെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളുടെ ടീമിനെ പറഞ്ഞു വിടുകയാണ്. അവിടെ ചെല്ലുന്ന നമ്മുടെ സുബാക്കി, വസബി, നമിഡ അയാളോട് ചോദിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ പെട്ടെന്ന് സുബാക്കിയുടെ കയ്യിലിരിക്കുന്ന സോഡ് കണ്ട് ഞെട്ടിപ്പോവാണ്. ദേ പിന്നെയും സാമുറായി, എൻ്റെ അടുത്ത് സാമുറായി വരരുത്, മാറിപ്പോ, ഈ സാമുറായ്സ് പിന്നെയും എന്നെ ഉപദ്രവിക്കാൻ വന്നു എന്ന് ഒന്നും മിണ്ടാതിരുന്ന ഇയാൾ ഇത് മാത്രം പറഞ്ഞപ്പോൾ ഇവർക്ക് ഉറപ്പായി എന്തായാലും സാമുറായ്സ് ഇവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാലും ഏത് സാമുറായി, മിഫുനയുടെ ഇതിൽ പെട്ട തന്നെയാണോ എന്ന രീതിയിൽ ഒരുപാട് സംശയം സുബാക്കിയുടെ ഉള്ളിൽ വരുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയി നോക്കുകയാണ്. അവിടെ ഒരുപാട് ബാമ്പു, അതായത് മുള പൊട്ടി വീണിട്ടുണ്ട്. പൊട്ടി വീണതാണെന്ന് പറഞ്ഞാൽ അടുത്ത് നോക്കുമ്പോൾ അത് ആരോ വെട്ടിയിട്ടതാണ്. എന്നാൽ നമ്മളുടെ സുബാക്കി അടുത്ത് നിന്ന് നോക്കുകയാണ്. കുറച്ചുകൂടെ അടുത്ത് നോക്കുമ്പോൾ അത് ഷാർപ്പായിട്ടുള്ള എന്തോ കൊണ്ട് വെട്ടിയതാണ്. സുബാക്കി കുറച്ചു നേരം കൊണ്ട് തന്നെ നിന്ന് ആലോചിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ അതൊരു സാമുറായി ആണെന്ന് പറഞ്ഞതും ഈ ഒരു മരം ചെത്തിയതും കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു എക്സ്പേർട്ടായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സാമുറായി ആണെന്ന്. അപ്പോൾ പണ്ട് സസങ്ക സുബാക്കിക്കും ബാക്കിയുള്ളവർക്കും ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് സസങ്ക ഒരു മുള ഇതുപോലെ വെട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും സസങ്ക വെട്ടിയ മുള ഭയങ്കര തിന്നായിട്ട് അങ്ങനെ വെട്ടിയ ഭാഗം അടുത്ത ഭാഗമായിട്ട് ഒട്ടിച്ചാൽ അത് കൃത്യമായിട്ട് പഴയതുപോലെ ഇരിക്കും. അത്ര പോലും ഒരു പൊടി പോലും പോവാതെ അത്ര പെർഫെക്റ്റ് ആയിട്ട് അത് വെട്ടി. അപ്പോൾ അതുപോലെ ഇതും ഒട്ടിച്ചേരുന്നു. അപ്പോൾ സുബാക്കിക്ക് എന്തോ ഒരു പേടി, അത് നടന്നോ, ഇങ്ങനെയൊക്കെ ആയി തീർന്നോ എന്ന്. അന്ന് ആ ട്രെയിനിങ്ങിന് ശേഷം നമ്മളുടെ സസങ്കയും സുബാക്കിയും കൂടെ കുറച്ച് നേരം മാറി നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവരുടെ ടോപ്പിക്കിൽ ആ സംസാരത്തിനിടയിൽ വന്നതായിരുന്നു കുറോസാവ. നമ്മളുടെ സുബാക്കി പറഞ്ഞിട്ടുണ്ട് കുറോസാവയ്ക്ക് ഏറ്റവും കൂടുതൽ അർഹൻ താങ്കളാണ്, മിഫുനെ പോലെ താങ്കളും ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ്, ആ സോഡിൻ്റെ ഷാർപ്നെസ് ആണ് എന്നെ ഒരുപാട് ഇമ്പ്രസ് ചെയ്തതെന്ന് നമ്മളുടെ സസങ്ക പറയാണ്. അപ്പോൾ സസങ്ക പറയുന്നുണ്ട് ആ സോഡ് ആ ഒരു കച്ചിൽ കെട്ട് പോലും വെട്ടി, അതായത് അത്രയും തിന്നായിട്ടുള്ള സാധനം അത്രയും വലിയൊരു സോഡ് വെട്ടിയെങ്കിൽ അതിൻ്റെ മൂർച്ച നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും എന്ന രീതിയിൽ നമ്മളുടെ സസങ്ക അത് ഓർക്കാണ്. സുബാക്കിയും അത് സമ്മതിച്ച് താങ്കൾ ആ സോഡിന് അർഹനാണെന്ന രീതിയിലൊക്കെ പറയാണ്. അങ്ങനെ അതൊക്കെ സുബാക്കി ഇങ്ങനെ ഓർത്തു നോക്കുകയാണ്. എന്നാലും ഇപ്പോഴും നമ്മളുടെ വസബിയുടെ അടുത്തും നമൻ്റെ അടുത്തും ഇക്കാര്യം പറഞ്ഞില്ല. കാരണം അവൾക്ക് അത്രയധികം കൺഫേംഡ് അല്ല ഇത് നമ്മളുടെ സസങ്ക തന്നെ ആണോ എന്ന്. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മളുടെ ലൈറ്റ്നിങ് ബർഗറിലേക്ക് നമ്മളുടെ സുബാക്കി അതുപോലെ തന്നെ വസബി നമിഡ പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ സുബാക്കി ഒരു സംഭവം പറയാണെന്നും പറഞ്ഞിട്ട് അവൾ പറയുന്നത്. അതായത് ഇത് പുറത്തുനിന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കള്ളനോ കൊള്ളക്കാരനോ ഒന്നുമല്ല, എൻ്റെ മാസ്റ്ററാണ്, അദ്ദേഹത്തിൻ്റെ പേര് സസങ്ക എന്നാണ് നമ്മളുടെ പറയാണ്, നമ്മളുടെ സുബാക്കി പറയാണ്. ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റാതിരിക്കുകയാണ് വസബി നമിഡ. ഓ, അപ്പോൾ അദ്ദേഹത്തിനെ പെട്ടെന്ന് തോപ്പിക്കാൻ നിനക്ക് പറ്റുമല്ലേ എന്ന്. ഇല്ല, എനിക്ക് പറ്റത്തില്ല, കാരണം സോഡ് കൊണ്ട് മാജിക് ചെയ്യുന്ന ആളാണ്. ചുറ്റുമുള്ളവരെ മുറിവേൽപ്പിച്ച് നടുക്ക് നിൽക്കുന്ന സസങ്കേനെ നമ്മളുടെ സുബാക്കിക്ക് അങ്ങനെ ഓർമ്മ വരികയാണ്. അടുത്ത ദിവസം ഒരു മിഷനായിട്ട് പോവാണ്. അങ്ങനെ മിഷനായിട്ട് പോകുമ്പോൾ സുബാക്കിക്ക് നല്ല പേടിയുണ്ട് ഇത് എങ്ങനെ ആവുമെന്നൊക്കെ. അങ്ങനെ ആ ആൾക്കാർ കൊള്ളക്കാർ വരെയാണ് ഇതുപോലൊരു പാവപ്പെട്ടവനെ പിടിക്കാൻ പോവാണ്. പക്ഷേ ആ പാവപ്പെട്ടവൻ്റെ കൂടെ ഒളിഞ്ഞിരുന്ന് നമ്മളുടെ ടീം പോയതുകൊണ്ട് തന്നെ ആ പാവപ്പെട്ടവനെ രക്ഷിച്ച് എന്തിയാണ് ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മളുടെ വസബീൻ നമ്മുടെ കീട്ടിലും ഫൈറ്റ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. ബാക്കി എല്ലാവരെയും നമ്മളുടെ സസങ്കയുടെ ടീമിലെ എല്ലാവരെയും അടിച്ചിട്ട്, എല്ലാവരും എന്ന് പറയാൻ ഒരു 3-4 പേര് അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ലാസ്റ്റ് സസങ്ക വരാണ്. സസങ്ക സുബാക്കിക്ക് നേരെയാണ് വന്ന് നിൽക്കുന്നത്. കണ്ടതും ഓ ഇതാരത്
സുബാക്കി കുഞ്ഞോ, അയ്യോടാ, അന്ന് മുതലേ നീ ഭാഗ്യം വിറ്റ് ജീവിക്കുന്നവളല്ലേടി, അതെനിക്ക് അറിയാം. അത് വെച്ചല്ലേ നീ ലീഫിൽ എന്നിട്ട് ഷിനോബിയായിട്ടൊക്കെ വന്ന് നിൽക്കുന്നത്. നീ ആരാ നീ എന്താ കാണിക്കുന്നത്? വെറും വിഷനല്ലേ നീ വന്നേ. നിന്നെക്കാളും എത്രയോ ഇതിലാണ് ഞാൻ എന്നറിയാമോ നീ എന്നോട് ഫൈറ്റ് ചെയ്യാൻ പോയി നിൽക്കട്ടെ. പോ, ആരും നിന്നെ വിടുന്നു, നിന്നെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് സസംഗ അങ്ങനെ ഒരു ഭയങ്കര ഇതായിട്ട് നമ്മുടെ സുബാക്കിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി പറയാനുണ്ട്, സസംഗ മാസ്റ്റർ, നിങ്ങൾ വിചാരിച്ച പോലെ ഒരാളല്ല ഞാൻ. ഇപ്പോൾ ഞാൻ ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ അവളുടെ ടെക്നിക്ക് യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, വീശ് സസംഗേനെ അടിക്കുന്നുണ്ട്. ആ ഒരു സ്ട്രോം അറ്റാക്ക് ഒരൊറ്റ വെട്ടിനെ രണ്ടാക്കി കളയണമെങ്കിൽ സസംഗയുടെ സോഡിൻ്റെ സ്പീഡ് നിങ്ങൾ ഓർത്തു വെക്കണം. ആ സോഡിൻ്റെ പ്രത്യേകതയില്ല, അവൻ്റെ ഒരു ടെക്നിക്കും അതിൻ്റെ എക്സ്പീരിയൻസും നമ്മൾ ഓർത്തു വെക്കണം. അതുമാത്രമല്ല, ആ വെട്ടവളുടെ മുഖത്തും കൊള്ളുന്നുണ്ട് സുബാക്കിയുടെ. ഇതോടെ വസബി നമ്മുടെ ആക്റ്റീവ് ആവണം, അവർ അറ്റാക്കിയാണ്. സസംഗ നമ്മളുടെ പറയുന്നുണ്ട്, എന്ത് നീ വില്ലേജിൻ്റെ കൊച്ചു മിഷന് പോയവരായിരിക്കും. ഞാനേ പല വില്ലേജ് കൊള്ളയടിച്ച് ഒരുപാട് ആൾക്കാരെ കൊന്ന് കുമിച്ച് കൂട്ടിയിട്ടിട്ട് വന്നതാണ്. നീ എന്നെ കളി പഠിപ്പിക്കാൻ വരണം. അങ്ങനെ നമ്മളുടെ സുബാക്കി സുബാക്കിയുടെയും കഥ പറയാണ്. സസംഗ ഇങ്ങനെ ആവാൻ തന്നെ കാരണം സുബാക്കിയാണെന്ന് സുബാക്കിക്ക് തോന്നിയത് കൊണ്ടാണ് അവൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് പറയാണ്. അതെന്താന്ന് വസബി ചോദിക്കുമ്പോൾ പറയാണ്, അതായത് പണ്ട് സസംഗ എല്ലാവരും തോൽപ്പിച്ച ഒരാളായിരുന്നു. അവിടെ നമ്മളുടെ ആ ഒരു ഇതിൽ മിഫുനയുടെ മുമ്പിൽ മിഫുനെ കഴിഞ്ഞാൽ പിന്നെ സസംഗയായിരുന്നു. അങ്ങനെ നിൽക്കുമായിരുന്നു. ആ ഒരു സമയത്താണ് സുബാക്കിയും ആ ലെവലിലോട്ട് കയറി വരുന്നത് പതിയെ. അവിടെയുള്ള എല്ലാവരെയും തോൽപ്പിച്ച് കഴിഞ്ഞ് സസംഗ മാത്രമേ ഉള്ളൂ നമ്മളുടെ സുബാക്കിയുടെ മുമ്പിൽ. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മിഫുനെ സസംഗയ്ക്കും സുബാക്കിക്കും വെച്ചിട്ട് മത്സരം നടത്താണ്. അതിൽ ആദ്യം ലീഡ് ചെയ്തിരുന്ന സസംഗ പിന്നെ അവൻ്റെ മിസ്റ്റേക്സും ഓവർ കോൺഫിഡൻസും കൊണ്ട് തോറ്റു പോവാണ്. ഇതിനിപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഇത് നടക്കാൻ പാടില്ലായിരുന്നു, ഇത് നടന്നുകൂടായിരുന്നു എന്നൊക്കെ മിഫുനെ പറഞ്ഞു നമ്മളുടെ സുബാക്കിനെ ഒരുപാട് എന്തിയാണ് അവളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. സസംഗ നീ ട്രെയിനിങ് എടുക്കണമെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ സസംഗയ്ക്ക് തോന്നുന്ന ഫീലിംഗ്, ആ കുറോസവ സോഡിനെ അവൻ ഒരിക്കലും അർഹനാവാൻ പോകുന്നില്ല. ഈ സുബാക്കി അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ ആ ടെക്നിക്ക് എല്ലാം പഠിച്ചിട്ട് അവനെ പുറകിൽ നിന്ന് വാരയെന്നാണ് നമ്മളുടെ സസംഗയ്ക്ക് തോന്നിയത്. അങ്ങനെ ചെയ്തോ താൻ എന്നൊരു ഫീലിംഗ് സുബാക്കിയുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളുടെ സസംഗ അവിടെയുള്ള എല്ലാവരെയും അറ്റാക്ക് ചെയ്ത് ആ സോഡ് വേണമെന്നും പറഞ്ഞ് കിടന്ന് ബഹളം വെച്ചു. അത് മോട്ടിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് എടുത്തിട്ട് നന്നായിട്ട് പെരുമാറി. അങ്ങനെ അതിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനായി മാറിയത്. അത് കേട്ടിട്ട് നമ്മളുടെ വസബിയും അതുപോലെ തന്നെ നമ്മുടെയും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമുണ്ട്, നീ ചെയ്തത് ശരിയാ, നീ അന്നും നിന്റെ സ്ട്രെങ്ത് കൊണ്ടാണ് വിജയിച്ചത്, അല്ലാതെ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നുമല്ല. ഒരാൾ ഫൈറ്റ് ചെയ്യുമ്പോൾ അയാളുടെ മിസ്റ്റേക്സും അതുപോലെ തന്നെ കോൺഫിഡൻസും ഒക്കെ ബാധിക്കുന്നത് അത് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ തെറ്റല്ല, അയാളുടെ തന്നെ തെറ്റാണ്. അത് അയാൾക്ക് മനസ്സിലാവാതെ പോയതാണ് അയാളിപ്പോൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒരു സംഭവം വേണമെങ്കിൽ അതിന് വേണ്ടി ഹാർഡ് വർക്ക് വേണം ചെയ്യാൻ, അല്ലാതെ അതിനുവേണ്ടി തട്ടിപ്പറിക്കാനോ ഉപദ്രവിക്കാനോ മോട്ടിക്കാനോ ഒക്കെ പോകുന്നത് അതും അയാളുടെ തെറ്റാണ്. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നിനക്കിപ്പോൾ ഒരു അവസരം വന്നേക്കാണ്. നീ ചുമ്മാ തോറ്റു കൊടുത്ത് അങ്ങനെ ചെയ്യരുത്. കാരണം അദ്ദേഹം ജയിച്ചതുപോലെ നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ കണ്ട സ്ഥിതിക്ക് അയാൾ നിന്നെ വെറുതെ വിടുമെന്ന്. നീ ഇപ്പോൾ ഡയറക്റ്റ് പോയി ഫൈറ്റ് ചെയ്താൽ അതാണ് പെണ്ണത്വം. വസബീൻ അമ്മിയുടെയും സുബാക്കിയുടെ അവസ്ഥ മനസ്സിലാക്കി പറയാണ്, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നീ ജയിക്കൂടെ കുട്ടാ. അതിനിപ്പോൾ എന്താ ഇത്ര സംശയം? നമ്മളുടെ പെങ്കൊച്ച് സാമറായി അവൾ വില്ലേജിൽ വന്നപ്പോൾ എത്ര കോൺഫിഡൻ്റ് ആയിരുന്നു. അവൾ ഞങ്ങളുടെ ടീമിൽ കയറിയപ്പോൾ ഞങ്ങൾക്കായിരുന്നു ടെൻഷൻ, നിൻ്റെ ലെവലിനൊത്ത് വരാൻ പറ്റുമെന്ന്. പിന്നെ ഇങ്ങനെ അങ്ങനെ നമ്മൾ സെറ്റായതല്ലേ, ഒരു വിധത്തിൽ പോകുന്നതല്ലേ, നീയല്ലേ നമ്മളുടെ സ്റ്റാർ എന്ന രീതിയിലൊക്കെ പറഞ്ഞ് അവൾക്ക് കോൺഫിഡൻസ് കൊടുക്കുകയാണ്. അതേസമയം നമ്മളുടെ സസംഗയുടെ അടുത്ത് ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം, ഇവിടുന്ന് വലിയ കളക്ഷനൊന്നും ഇല്ലാന്ന രീതിയിൽ പറയുകയാണ്. അപ്പോൾ സസംഗ പറയാണ്, ഇല്ല, എനിക്ക് വേറൊരു ഉദ്ദേശം ഇപ്പോൾ മുൻപിൽ വന്നിട്ടുണ്ട്, ഞാനത് ചെയ്യാനായിട്ട് പോവാണെന്ന്. ടീം മെമ്പേഴ്സിന് ആകെ ദേഷ്യം വരാണ്. ഇവൻ വന്നതുകൊണ്ടാണ് അവർക്ക് ഇത്ര നന്നായിട്ട് ഒരു രീതിയിൽ കൊള്ളയടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവൻ പോയാൽ അതിൻ്റേതായ ലോസ് അവർക്ക് വരും. അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സസംഗയുടെ വഴക്ക് കൂടാൻ നിൽക്കുമ്പോഴാണ് വസബീൻ നമ്മുടെയും വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നത് ടീം മെമ്പേഴ്സിനെ. ഉടനെ തന്നെ സുബാക്കി പുറകേന്ന് വന്നിട്ട് സസംഗയുടെ മുമ്പിൽ ഒരു 1-on-1 ഫൈറ്റിന് ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. ഇത് കണ്ടതും നമ്മളുടെ സസംഗ പറയാണ്, തേടിയ വള്ളി കാലി ചുറ്റിയുന്നത് പോലെ. കൊള്ളാലോ കൊച്ചെ, നിന്നെ തിരക്കിയായിരുന്നു ഞാൻ വരാനായിട്ട് നിന്നത്. കൊള്ളാം, നീ വന്ന് നിന്നതും നിന്നെ തോപ്പിച്ച് നിന്നെ കൊന്ന് എനിക്ക് പോകണം. എനിക്ക് ആ സോഡിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും നിൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് സ്വന്തമാക്കണമെന്ന രീതിയിൽ ഒരു തോന്നൽ എനിക്ക് തോന്നി. അതായത് ഇതൊരു സാധാ സോഡായിരിക്കാം, പക്ഷെ അത് അവളെ കൊന്നു വാങ്ങണം. കാരണം അവനാണ് ബെറ്റർ എന്ന് അവന് പ്രൂവ് ചെയ്യണം ഇപ്പോൾ. കാരണം ആ ലാസ്റ്റ് മാച്ചിൽ അവൻ തോറ്റതിൻ്റെ പ്രതികാരം അവനിപ്പോൾ ഇവിടെ വെച്ച് വീട്ടണം എന്ന രീതിയിലാണ്
രീതിയിലാണ് ടോക്ക് പോകുന്നത്. സുബാക്കി പറയണം, ഒരിക്കലും നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കില്ല, കാരണം നിൻ്റെ കൂടെ ആരുമില്ല, നീ മനസ്സിലാക്കുക, നീ തിരിഞ്ഞു നോക്കുക, നിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നിൻ്റെ കൂടെ എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ എൻ്റെ പുറകിൽ നോക്ക്, എത്രയോ പേര് ഞാൻ ജയിക്കുമെന്ന് വിശ്വസിച്ച് ഉറപ്പിച്ച്, അവർക്ക് ഉറപ്പാണ്, ഷുവറായിട്ടുള്ള കാര്യമാണ് ഇത്, 100% അവർ ഉറപ്പിച്ച് നിൽക്കുകയാണ് ഞാനാ ജയിക്കുന്നതെന്ന്. സോ ആ ഒരു കോൺഫിഡൻസ് മതി എനിക്ക് ഈ ഒരു മാച്ച് ജയിക്കാൻ, വേറൊന്നും വേണ്ടെന്ന് പറയാണ്. സസംഗ ഇത് കേട്ട്, ഓവറായിട്ട് നീ നിന്ന് പ്രസംഗിക്കല്ലേ, നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ പൊരിഞ്ഞ ഫൈറ്റിൽ പോവാണ്, മിന്നിമായുന്ന ഫൈറ്റ്. അവസാനം നോക്കുമ്പോൾ സുബാക്കിയുടെ എവിടെ നിന്നും ഒരു കുത്ത് നമ്മളുടെ സസംഗയ്ക്ക് കൊള്ളാണ്. സസംഗ അങ്ങനെ വീണു പോവാണ്. മാച്ചിലും കഴിഞ്ഞ സസംഗ തോറ്റ മാച്ച് പോലെയാണ്. ആദ്യം സുബാക്കിനെ ഒന്ന് തോപ്പിക്കാനും വീഴ്ത്താനും കഴിഞ്ഞു. അതായത് ലീഡിങ്ങിൽ ആദ്യം സസംഗയായിരുന്നു, പിന്നെയാണ് സുബാക്കി ലീഡിങ്ങിൽ കയറിയിട്ട് സസംഗയുടെ മിസ്റ്റേക്സും ഓവർ കോൺഫിഡൻസും വെച്ച് തന്നെ സസംഗനെ ഇപ്പോഴും വീഴ്ത്തിയത്. അതേ കാര്യം സസംഗ ഇപ്പോൾ മനസ്സിലാക്കി സുബാക്കിയോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു പോവാണ്. ലീഫ് വില്ലേജിലേക്ക് തിരിച്ചു പോകുമ്പോൾ സുബാക്കി പൊളിയാണെന്നും കിഡിലാണെന്നൊക്കെ പറഞ്ഞ വസബി നമ്മുടെ എന്താണ് പുകഴ്ത്തിക്കൊണ്ടേ പോവാണ്. കാരണം സസംഗ മരിച്ചതിൻ്റെ വിഷമം സുബാക്കിക്കുണ്ട്. കാരണം എന്ത് പറഞ്ഞാലും അവളുടെ മാസ്റ്റർ അല്ലേ, ഇപ്പോഴൊക്കെ ഒരു തോന്നലുണ്ട് പഴയതുപോലെ തന്നെ. അപ്പം നമ്മളെ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ നാറൂട്ടോനെയാണ്. നാറൂട്ടോ ഹൊക്കാഗെ മാച്ചിലേക്ക് നമ്മളുടെ ഡെങ്കിനെ വിളിച്ചെത്തേക്കാണ്. ടീം 5 ചുനനായതിനു ശേഷം വന്നത്. ഡെങ്കി ചുനനായതിനു ശേഷം ഡെങ്കി ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആയിട്ട് നിന്നുകൊണ്ട് ഒരു മിഷൻ കൊടുക്കുകയാണ്. അത് നമ്മളുടെ ലാൻഡ് ഓഫ് വാട്ടറിലാണ്. ഒരു ഓട്ടോണമസ് പപ്പറ്റ്സിനെ ഡെലിവർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മിഷൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ മനസ്സിലാക്കുകയാണ്. അതേസമയം ടീം 7 ടീം 5 ഇവിടെ സംസാരിക്കുകയാണ്. ഡെങ്കിയും ബൊറോട്ടയും കൂടെ നല്ല കട്ട വാഗൊണ്ടുള്ള ഫൈറ്റ് ആണ്. ബൊറോട്ടോ പറയുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് ഇതുവരെ ഒരു എ റാങ്ക് ബി റാങ്ക് മിഷൻ അല്ല സി റാങ്ക് എങ്കിലും കിട്ടിയോ, ഡി റാങ്ക് മാത്രമല്ലേ പോകുന്നേ എന്ന രീതിയിൽ. അപ്പോഴത്തേക്കും നമ്മൾ ഡെങ്കി ഇവാബെ പറയുന്നുണ്ട്, ഓ പിന്നെ നിങ്ങൾ കുറേ അങ്ങ് വാങ്ങിച്ച് കൂട്ടിയിട്ട് മിഷൻ അല്ല എ റാങ്ക് എല്ലാം നിങ്ങളെ ചെയ്ത് തീർത്തത് പോലെയാണല്ലോ പറയുന്നത്, ഏതാണ്ട് ഒരെണ്ണം കിട്ടി അതിൻ്റെ കണക്കല്ലേ ഈ പറയുന്നത്. മിറ്റ്സുകി പറയണം, അങ്ങനെ പറയാൻ പറ്റൂല, ബൊറൂട്ടോ എവിടെയൊക്കെ ചെന്ന് പെടുന്നോ അവിടെയൊക്കെ നമ്മളുടെ കവാക്കി കാണും, അതെല്ലാം ഇറങ് മിഷനും ആയിരിക്കും. അപ്പോൾ ഇത് കേട്ട് വാബെ അതിനും വേണം ഒരു ഭാഗ്യം എന്ന രീതിയിലിരിക്കുകയാണ്. അങ്ങനെ ഡെങ്കി ഹോക്കാഗെ മാച്ചിന് പോയത് തന്നെ നല്ലൊരു കാര്യത്തിനായിരിക്കും എന്ന് ഇവരെല്ലാം പറയുന്നുണ്ട്. ടീം 7 എന്തരായിരിക്കും, എന്തോ ഒരു മുട്ട പൊട്ടിപ്പ കേസിനാണ് ഇവന്മാരെ വിളിക്കുന്നത് എന്ന രീതിയിലാണ് നമ്മളുടെ ഇവാബെ പറയുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും ഹോക്കാഗെ മാച്ചിലേക്ക് വിളിക്കും, എന്നിട്ട് ടീം മിഷൻ കൊടുക്കുന്നതെല്ലാം സാധാ ആൾക്കാർ. ഹൊക്കാഗെ ഇതുവരെ ഒരു മിഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതും അതുമാതിരി എന്തോ ആണെന്ന രീതിയിലാണ് നമ്മളുടെ ഇവാബെ ഇരിക്കുന്നത്. അത് കേട്ട് മിറ്റ്സുകി പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, ഇപ്രാവശ്യം ഹൊക്കാഗെ കാണാൻ തന്നെ ആയിരിക്കും പോയത്, അതുകൊണ്ടാണ് ഇത്ര ഏർജന്റ് ആയിട്ട് അവനെ വിളിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കൂടെ വിളിക്കൂലേ എന്ന രീതിയിലൊക്കെ. അപ്പോഴത്തേക്കും ഡെങ്കി അങ്ങോട്ട് വരാണ്. ഡെങ്കി വന്നതും ഡെങ്കി പറയണം, ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ ഞെട്ടുവോ, എന്തരാണ് പ്രശ്നം പോലെന്ന് ചോദിച്ചാൽ ബി റാങ്ക് മിഷൻ എന്ന് പറയാണ്. എല്ലാവരും ഞെട്ടാണ്. അങ്ങനെ എന്തെയാണ് നമ്മളുടെ കറ്റസുക്കയുടെ ലാബിൽ പോവാണ്. കറ്റസുക്കെ പറയാണ്, ഡോട്ടോ ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡ് ലാൻഡ് ഓഫ് വാട്ടറിൽ നിന്ന് മാറി കുറച്ചടുത്തായിട്ട് എന്നാൽ കുറച്ച് ദൂരെയായിട്ട് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയുള്ള ആൾക്കാരുടെ പ്രധാന പരിപാടി മീൻ കച്ചവടം, മീൻപിടുത്തം തുടങ്ങിയ കാര്യങ്ങളാണ്. അവിടെ നിന്നാണ് മീൻ നമ്മുടെ സ്ഥലത്തോട്ടും ബാക്കിയുള്ള സ്ഥലത്തോട്ടും എക്സ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ എന്താണ് അവിടെ ഇത്ര നാൾ അതായിരുന്നു അവരുടെ തൊഴിലെങ്കിൽ ഇപ്പോൾ അവിടെ സ്വർണം കണ്ടുപിടിച്ചേക്കാണ്. ഈ ഒരു സ്വർണം കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ ഒരുപാട് മൈനിങ്, അതായത് സ്വർണം എടുക്കാനായിട്ട് നമ്മുടെ KGF മാതിരി തുടങ്ങിയിട്ടുണ്ടത്രേ. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ എന്തെന്നാ പറഞ്ഞത്, അവിടെയുള്ള ആൾക്കാർ മീൻപിടുത്തം പരിശീലിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് കുറച്ചധികം റിസ്ക് ആണ്. സോ അവർക്ക് ഈ ജോലി പഠിക്കണം. അതുകൊണ്ട് തന്നെ ഈ ജോലി പഠിക്കാനായിട്ട് ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യാൻ പോവാണ്, പപ്പറ്റ്സിനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പപ്പറ്റ്സിനെ ഉണ്ടാക്കാൻ തന്നെ കുറേ കഷ്ടപ്പെട്ടു. എന്തായാലും അത് ഡെലിവറി ചെയ്യാനാണ് നിങ്ങളെ വിളിച്ചേക്കണേന്ന് പറയാണ്. ഇത്രയും ഡീറ്റെയിൽസ് എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് ഇവർ നോക്കുമ്പോൾ, അതായത് ഇത്രയും ഡീറ്റെയിൽസ് പറയണം, കാരണം ഐലൻഡിനെ പറ്റിയും അവിടുത്തെ ആൾക്കാരെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം അതനുസരിച്ച് ഐലൻഡിൻ്റെ ക്ലൈമറ്റ്, അവിടുത്തെ സംഭവങ്ങൾ, അവിടുത്തെ എത്ര ഉള്ളിലേക്കാണ് ആ ഗുഹ ഇപ്പോൾ അതിരിക്കുന്നത്, അതൊക്കെ അനുസരിച്ചാണ് നിങ്ങൾ ഈ പപ്പറ്റിനെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്. എന്ത് പപ്പറ്റിനെ സെറ്റ് ചെയ്യണമെന്ന് ഡെങ്കി ചോദിക്കുമ്പോൾ, അതേ മോനെ നിന്നെയാണ് ഞാൻ അത് ഏൽപ്പിക്കുന്നത്, പപ്പറ്റിനെ നീ വേണം ഇതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ, അതായത് അവിടുത്തെ ഇതിനനുസരിച്ച് അഡാപ്റ്റേഷൻ ചെയ്ത് കൊണ്ടുവരണം, അത് അവിടുത്തെ രീതിയിൽ അതിനെ ബിൽഡ് ചെയ്യണം.
എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ശ്രമിക്കാം. ഇതിനെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ഡെങ്കി ചോദിക്കുമ്പോൾ അതിൻ്റെ റിമോട്ട് കൺട്രോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാണ്. അല്ല, താങ്കൾക്ക് എവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ, എങ്ങനെയാണ് താങ്കൾ ഇത് ഉണ്ടാക്കിയത്, ഇത് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നില്ലേ എന്ന രീതിയിൽ കട്ടസുക്കിയോട് ഡെങ്കി ചോദിക്കുകയാണ്. കാരണം ഡെങ്കിക്കും ടെക്നോളജി കുറച്ചധികം അറിയാവുന്നത് കൊണ്ട് തന്നെ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാവുന്നത് ഇത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ലെന്ന് ഡെങ്കിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കട്ടസുക്കി പറയാണ്, ഓരോ പ്രാവശ്യം ഞാൻ തോക്കുമ്പോഴും എനിക്ക് നിൻ്റെ മുഖമായിരുന്നു ഓർമ്മ വരുന്നത്. അതിന് ചുനിൽ എക്സാമിന് നീ എത്ര വട്ടം തോക്കേണ്ടതായിരുന്നു, നിന്റെ തോൽവി ഞാൻ പോലും 100% മുമ്പിൽ കണ്ടതായിരുന്നു. ആ ഒരു കണ്ണാടി ഉടച്ചപ്പോൾ അവളും വിചാരിച്ചു നീ തോക്കൂന്ന്, പക്ഷെ നീ ജയിച്ചില്ലേ. അതായത് നീ ജയിച്ചത് നിന്റെ ഗട്ട്സ്. ആ ഒരു സമയം കൊനോഹമാർ നീയാണ് വിന്നറെന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഉള്ളിൽ നിന്നും ഞാനെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്തു എന്ന് വെച്ച് അതൊരു ഫെയിലിയർ അല്ല, അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്ന രീതിയിൽ. അതുകൊണ്ട് അത് തോറ്റു എന്നതിന് അർത്ഥമില്ല, നമുക്ക് ഇനിയും സമയമുണ്ട് അത് ചെയ്യാനായിട്ട്. സോ അത് ചെയ്തു തീർക്കാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ കട്ടസുക്കി പിന്നെയും ശ്രമിച്ചതെന്ന് പറയുന്നത്. എത്ര വട്ടം എന്ന രീതിയിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ അത് കുറേ വട്ടം ഫെയിലായി ലാസ്റ്റ് ഓരോ പാർട്സും ഒരു 10 വട്ടമെങ്കിലും ഫെയിലായിട്ടുണ്ടാവും ഈ ഒരു റോബോട്ടിൻ്റെ. പക്ഷെ അതൊക്കെ എന്ത് ചെയ്തു, ക്ലിയർ ആക്കി കൊണ്ടുവന്നതാണ്. ഇപ്പോഴും അത് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഡെങ്കി അതിൻ്റെ രീതിയിൽ അഡാപ്റ്റ് കൂടെ ചെയ്യുമ്പോൾ അത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. അങ്ങനെ നമ്മുടെ ഡെങ്കിയുടെ കയ്യിൽ ആ ഒരു എഞ്ചിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റും അതുപോലെ തന്നെ ബാക്കിയുള്ളതിൻ്റെ എല്ലാം ബ്ലൂ പ്രിൻറ്റും അതുപോലെ തന്നെ ടെക്നിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയ ഒരു ബുക്കും അയച്ചു കൊടുക്കുന്നുണ്ട് കട്ടസുക്കി. അങ്ങനെ ഈ അയച്ചു കൊടുത്ത സാധനം തലേന്ന് രാത്രി ഫുള്ളിരുന്ന് പഠിക്കുകയാണ് നമ്മളുടെ ഡെങ്കി. അതിൽ ABCD ഫുള്ള് കാണാതെ പഠിച്ച ഡെങ്കി പിന്നെയും കുറേ അധികം വേറെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് നെറ്റിൽ നിന്നെടുത്ത് അതും പഠിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവർ ട്രെയിനിൽ കയറി പോകുമ്പോൾ 1 ഡേ ട്രിപ്പാണ്. അപ്പോൾ രാത്രി ഫുള്ളിരുന്ന് നമ്മളുടെ ഡെങ്കി അങ്ങനെ പഠിക്കുകയാണ്. ഷിപ്പിൽ പോകുമ്പോഴും അതെ. എന്നിട്ട് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അവർ വേറൊരു ബോർഡിൽ പോകണം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടത്തേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഡോട്ടോയിൽ എന്തില്ലെന്ന് പറഞ്ഞില്ലേ, അവിടെ മൈനിങ് സ്ഥലത്തിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ ഇവാബെ പറയുമ്പോൾ മിണ്ടാതിരിയെന്നും പറഞ്ഞ് ഡെങ്കി തടയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ഇവാബയാണെങ്കിൽ ആ ഒരു പപ്പറ്റ്സ് ഇരിക്കുന്ന ആ ഒരു ബോക്സിൻ്റെ മണ്ടയിൽ കൈ വെച്ചിട്ട് പറയാണ്, കണ്ടോ ഞാൻ പറയാനൊന്നും പോകുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന്. അപ്പോൾ ഡെങ്കി പറയുന്നത്, ഇട കൈയിട, ഇങ്ങനെ നീ ആഞ്ഞെന്ന് വെക്കല്ലേ, അത് മൈനിങ്ങിനായിട്ടുള്ള പപ്പറ്റ്സ് ആണ്, നീ വിചാരിക്കുമ്പോഴത്തെ സാധനമൊന്നും അല്ലാന്ന്. ഇത് കേട്ടതും കപ്പലിൻ്റെ കപ്പിത്താൻ പറയുന്നുണ്ട്, മക്കളെ അങ്ങനെയാണോ, എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞുതരാം. അവിടെയുള്ള ആൾക്കാർ കുറേ അധികം കഷ്ടപ്പെടുന്നുണ്ട്, അവിടെ ഭയങ്കര ടെമ്പറേച്ചർ കൂടുതലാണ്. ഈ സ്വർണ്ണം ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല. പിന്നെ ലാൻഡ് ഓഫ് വാട്ടറിന് ഒരു ഇതിൽ പൈസ കുറവാണ്, അതുകൊണ്ടൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന രീതിയിൽ കുറേ അധികം ഡീറ്റെയിൽസ് അദ്ദേഹവും പറയുന്നുണ്ട്. ഇവർ ചെന്നിറങ്ങുമ്പോൾ ഒനാമി എന്ന് പറയുന്ന ഒരാളാണ് അവർ റിസീവ് ചെയ്യാൻ വരുന്നത്. ഡെങ്കിനെ കണ്ടപ്പോൾ കൊച്ചു പയ്യൻ, അതുകൊണ്ട് തന്നെ ഇവൻ എങ്ങനെ ഈ കാര്യം ചെയ്യും, ഇവനിത് ചെയ്യുമോ, ഇവനൊക്കെ ഒരു ഷിനോബി ആണോ, എന്തിനാ ലീഫ് വില്ലേജ് ഇത്രയും പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഒരാളെയൊക്കെ പറഞ്ഞു വിട്ടേക്കുന്നേ, ഷിനോബികളെ വേണ്ടേ വിടാൻ, ഇവൻ എന്തിനാക്കും എന്തോ എന്ന രീതിയിലൊക്കെ ഒനാമി പെറുപെറുത്തോണ്ടാണ് പോകുന്നത്. ഇത് ഡെങ്കിക്കും മനസ്സിലാവുന്നുണ്ട്. ആ ഒരു മല കയറുമ്പോൾ ഇവർ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്, കാരണം ഡെങ്കി കുറച്ച് പതുക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഒനാമി പറയുന്നുണ്ട്, ഇങ്ങട് നിൻ്റെ ബാഗ് ഞാൻ കൊണ്ടുപോകാം എന്നും പറഞ്ഞ് ഡെങ്കിയുടെ ബാഗ് എടുക്കാൻ പോകുമ്പോൾ തൊടാൻ പറ്റാത്ത വെയിറ്റ്, കാരണം അത്രയ്ക്കും ഭാരമേറിയ സാധനമാണ് ആ പെപ്പറ്റ്. അവൻ പരമാവധി നോക്കുന്നുണ്ട്, അനങ്ങണില്ലത്. അപ്പോഴാണ് ഒനാമിക്ക് ഇവരുടെ എല്ലാം വില ഒന്ന് മനസ്സിലാകുന്നത്. സാധാരണ പിള്ളേരല്ല, ഷിനോബിയാണ്. എന്നാലും ഡെങ്കിയെ കണ്ടിട്ട് വലിയൊരു ഷിനോബിയാണെന്നൊന്നും തോന്നുന്നില്ല എന്ന രീതിയിലാണ് ഒനാമി ഇപ്പോഴും വിളിച്ചുകൊണ്ട് പോകുന്നത്. അതിനുശേഷം നമ്മളുടെ ഒനാമി ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെങ്കിനെയും വിളിച്ചിട്ട്, ഡെങ്കി മാത്രമല്ല നമ്മുടെ ടീം 5നെ മൊത്തത്തിൽ വിളിച്ചുകൊണ്ട് നമ്മളുടെ ആ ഒരു മൈനിങ് സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ മൈനിങ്ങിൻ്റെ ആൾക്കാർ മൊത്തം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഇവരെന്താ കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കുമാണ് നമ്മളുടെ ഒനാമി പറയുന്നത്, ഞാൻ പറയാതിരുന്ന ആ ഒരു സർപ്രൈസ് ഇതാ, നമ്മൾ കാത്തിരുന്ന ആ ഒരു സംഭവമാണ്, നമ്മൾക്ക് ഹെൽപ്പ് എന്ന രീതിയിൽ. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്, കാരണം ഇത് സ്വർണ്ണം ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് ഡിഗ് ചെയ്ത് നമുക്ക് കൊണ്ട് തരും. നമ്മൾ പിന്നെ അവിടെ തിരക്കി ഡിഗ് ചെയ്താൽ മാത്രം മതി, ഇവർ ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി എന്ന്. ഇത് കേട്ട് ഷിക്കനാമി എന്നും പറയുന്ന ഒരുത്തനും ടച്ചുനാമി എന്ന് പറയുന്ന ഒരുത്തനും അയ്യോ എന്ന് പറഞ്ഞ് ഞെട്ടുന്നുണ്ട്. അതേസമയം ഡെങ്കി എന്ത് ചെയ്യുന്നുണ്ട്, ഈ റോബോട്ടിനെ ആക്ടിവേറ്റ് ചെയ്ത് വിട്ട് ഇത് പറഞ്ഞ സംഭവം കാണിക്കുന്നുണ്ട്. ഗോൾഡ് ഇരിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അവിടെ നിന്ന് അവർ തന്നെ ഗോൾഡ് ഡ്രില്ല് ചെയ്തെടുത്ത് ഈ ഒരു ഒനാമിയുടെ കൈ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ റോബോട്ട്സ് വേറൊരു സ്ഥലത്തോട്ട് നോക്കുന്നുണ്ട്. അത് ഷിക്കനാമിയും അതുപോലെ തന്നെ ടച്ചുനാമിയും നിൽക്കുന്നതിൻ്റെ സൈഡിലായിട്ടൊരു സ്ഥലം. ആ ഒരു സമയത്ത് ഡെങ്കി ആ റോബോട്ടിനെ ഓഫ് ചെയ്യും. പിന്നീട് അതിന് എന്ത് ചെയ്യാണ്, ഇതിനനുസരിച്ച് ഇവിടുത്തെ അഡാപ്റ്റേഷൻ അനുസരിച്ച് ശരിയാക്കാനും വെക്കുകയാണ്. അങ്ങനെ അവർ ശരിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഷിക്കനാമിയും ടച്ചുനാമിയും കൂടെ വേറൊരു സ്ഥലത്തേക്ക്, രണ്ടാമത് റോബോട്ട് നോക്കി ആ സ്ഥലത്തേക്ക് പോയിട്ട് കുറച്ചധികം ഗോൾഡ് എടുത്തിട്ട് വരുന്നത്. അത് അവർ തന്നെ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. എപ്പോഴും
ഷിക്കനാമി ആ ഗോൾഡും കൊണ്ട് എന്ത് ചെയ്യാണ്, ബോട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അതേസമയം ടറ്റ്സുനാമി ഈ ഒരു ഒനാമിയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് മര്യാദയ്ക്ക് എല്ലാവരും മിണ്ടാതിരുന്നോ, ഞങ്ങളിതും കൊണ്ട് ഇവിടുന്ന് പോകുന്നത് വരെ മിണ്ടാതിരുന്നോ, ഞങ്ങൾ ആരാന്ന് നിങ്ങൾക്കറിയത്തില്ലെന്ന്. അതായത് ഇവർ സത്യത്തിൽ കടൽ കൊള്ളക്കാരുടെ ഭാഗവും അതുപോലെ തന്നെ അല്ലാതെയും ലാൻഡിലും കൊള്ളയടിക്കുന്ന ആൾക്കാരാണ്. ചുരുക്കി പറഞ്ഞാൽ കള്ളന്മാരാണ്. ഇവന്മാരുടെ ബയോഡേറ്റ ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഉള്ളവരെല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ അവർക്ക് ആ ജോലി മാത്രമേ അറിയത്തുള്ളൂ. പുതിയതായിട്ടൊരു ജോലി ചെയ്യുമ്പോൾ അത് മാത്രം പരിചയമുള്ള കുറച്ച് പേരെ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പരിചയം ഉണ്ടെന്ന് പറഞ്ഞ എല്ലാവരും എടുത്ത കൂട്ടത്തിൽ കള്ളന്മാരെ എടുത്തു. അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണ് സംഭവങ്ങളുടെ കിടപ്പോഷം. എന്തായാലും എല്ലാവരും കൂടെ ചേർന്ന് ഇവന്മാരെ പിടിക്കാൻ നോക്കുകയാണ്. പക്ഷേ ഇയാൾ കത്തി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളുടെ ഡെങ്കിയും അതുപോലെ തന്നെ നമ്മളുടെ ഇവാബെ അതുപോലെ തന്നെ നമ്മുടെ മെറ്റലാണ് ആക്ട് ചെയ്യുന്നത്. എടുത്തു പറഞ്ഞാൽ നമ്മളുടെ ഡെങ്കി കൃത്യമായിട്ട് റോബോട്ടിൻ്റെ കാര്യം നോക്കുന്ന സമയം മെറ്റൽ ഇവാബെയാണ് ഇത് നോക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ മെറ്റലാണെങ്കിൽ ഇവനെ അടിച്ചിടാൻ പോകുമ്പോൾ ഇതിൽ ഒരാൾ ഓടിപ്പോയല്ലോ, നമ്മളുടെ ഷിക്കനാമി. അവൻ്റെ ഹെൽപ്പോടെ കൂടി ടറ്റ്സുനാമി ഇവിടെ നിന്ന് ഓടിപ്പോവാണ്. രണ്ടുപേരും പോയതും പോരാഞ്ഞ് നമ്മളുടെ ടീം 5നെ ബാക്കിയുള്ള മൈനിങ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മൊനാമിനെ ഇട്ട് ഇതിനകത്ത് പൂട്ടാണ്. ഈ ഡോറിൽ കയറിയപ്പോഴേ ഒനാമി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇത് പുറത്തുനിന്ന് ഒരാൾക്ക് തുറക്കാനേ പറ്റത്തുള്ളൂ, അകത്തുനിന്ന് ഒരാൾക്ക് ഈ ഡോറ് തുറക്കാൻ പറ്റത്തില്ല. അത് ഗോൾഡും എടുത്ത ആൾക്കാർ രക്ഷപ്പെടുമോ എന്ന് വിചാരിച്ച് ചെയ്ത സംഭവമാണ്. ഇപ്പോൾ ഗോൾഡും എടുത്ത് രക്ഷപ്പെടാൻ കാരണം അതായി മാറി. അപ്പോൾ ഡെങ്കിനെ ഇപ്പോൾ ഓൾമോസ്റ്റ് വിശ്വസിച്ച ഒനാമി ഡെങ്കിയോട് എന്ത് ചെയ്യും മല്ലയാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡെങ്കി ആലോചിക്കുകയാണ്. ഇവിടുത്തെ ബ്ലൂ പ്രിൻ്റ് ഓൾറെഡി ഡെങ്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് പറയാണ് ഇതിൽ രക്ഷപ്പെടാൻ 2 വഴിയുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇത് മൈൻഡ് ചെയ്ത് ഇതിൽ താഴെ പോയാൽ നമുക്ക് അവിടെ എത്താനായിട്ടൊരു സമയം കിട്ടിയെന്ന് പറയില്ല. കാരണം വലിയ സ്ഥലമാണ്, തിന്നായിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റൻസ് കൂടുതലാണെന്ന്. ഡെങ്കി ഒന്നും കൂടെ നോക്കുമ്പോൾ വേറൊരു സ്ഥലം കണ്ടുപിടിക്കുകയാണ്. ഈ മലയുടെ സൈഡ് ഭാഗം അവിടെ ഇത്തിരി പൊള്ള ഭാഗമാണ്. അതായത് ഇത്തിരി കട്ടി കുറഞ്ഞിട്ട് അവിടെ പെട്ടെന്ന് തന്നെ ഡ്രില്ല് ചെയ്ത് അപ്പുറത്ത് പോകാം. എന്നാൽ ഡോറിനോ മലയ്ക്കോ ഒരു കുഴപ്പവും വരത്തില്ല, പൊളിഞ്ഞു വീഴത്തില്ല. അതിപ്പോൾ ആര് ഇത് മൈൻഡ് ചെയ്ത് ഡ്രില്ല് ചെയ്ത് എടുക്കുമെന്ന് വെച്ചാൽ അത് നമ്മുടെ റോബോട്ട്സ് തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് ഡെങ്കി എന്ത് ചെയ്യാണ്, റോബോട്ട്സിൻ്റെ കൺട്രോളിൽ അവ എടുക്കുകയാണ്. എന്നിട്ട് റോബോട്ടിനെ യൂസ് ചെയ്ത് അവിടെ മൈൻഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ടീം 5 മാത്രമേ പുറത്തു പോകുന്നുള്ളൂ. അവിടുത്തെ വർക്കേഴ്സും ബാക്കിയുള്ളവരും അവിടെ നിൽക്കുകയാണ്. കാരണം ഇനിയും കള്ളന്മാർ കയറിയത് മോട്ടിക്കില്ലല്ലോ. അങ്ങനെ ഷിക്കനാമി ടറ്റ്സുനാമി രക്ഷപ്പെടാൻ നിൽക്കുമ്പോഴാണ് ഇവർ വരുന്നത് കാണുന്നത്. ഉടനെ തന്നെ ടറ്റ്സുനാമി എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ സ്റ്റൈൽ ജുട്സ് യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടർ റിലീസ്, വാട്ടർ ഡ്രാഗൺ, ബുള്ളറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് തന്നെ അയാളൊരു ഷിനോബിയാണെന്ന് മനസ്സിലാവും. പിന്നെ ഇവാബെ എന്തിന് സുമ്മാവ് എർത്ത് സ്റ്റൈൽ വാൾ യൂസ് ചെയ്ത് അത് പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചത് മാത്രമല്ല, ഇവാബെ മുമ്പോട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോട്ടിൻ്റെ പുറകെ പോകുന്നുണ്ട്. എന്തോ ഒരു പ്ലാൻ കണ്ടതുപോലെ മെറ്റലും പുറകെ തന്നെ പോകുന്നുണ്ട്. അതേസമയം ഇവരുടെ പ്ലാൻ മനസ്സിലാക്കിയതുപോലെ ഡെങ്കി എന്ത് ചെയ്യുന്നുണ്ട്, റോബോട്ട്സിനെ യൂസ് ചെയ്ത് ആ ഡ്രില്ലില്ലേ അത് ഇട്ടിട്ട് ആ ബോട്ടിനെ പിടിക്കുന്നുണ്ട്. ആദ്യം അതിൻ്റെ എഞ്ചിൻ കംപ്ലൈൻറ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് ആ ബോട്ടിനെ ചുറ്റിവരിഞ്ഞ് പിടിച്ച് പുറകിലോട്ട് വലിക്കുകയാണ്. എന്തുകൊണ്ട്, ആ ഒരു റോബോട്ട്സിനെ യൂസ് ചെയ്ത് തന്നെ. എന്നിട്ട് പിന്നെ പറയണോ, 2 പേരും പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ച് ബോളി ഇട്ട് അടിച്ച് നമ്മുടെ പാലയുടെ പൈസ വെച്ച് കുഴച്ച് കഴിച്ചു. സദ്യ കഴിഞ്ഞില്ല, എഴുന്നേറ്റ് പോവരുത്, ഇനി മോറുണ്ട്. അതായത് നമ്മളുടെ പിള്ളേർ എന്ത് ചെയ്യാണ്, ഇവന്മാരെല്ലാം അടിച്ചൊതുക്കി നമ്മളുടെ ആൾക്കാരുടെ തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം റിസർച്ചേഴ്സ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്. റിസർച്ചേഴ്സ് വരുമ്പോഴോ നമ്മളുടെ കറ്റസുക്കെ കൂടെയില്ല. അതുകൊണ്ട് തന്നെ കറ്റസുക്കെ വരുന്നത് വരെ ഈ റിസർച്ചേഴ്സിൻ്റെ കൂടെ നിന്ന് ഇവിടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അതേസമയം നമ്മളുടെ ഡെങ്കി എങ്ങനെ ഇതിനെ പറ്റിയൊക്കെ അറിഞ്ഞും ചോദിക്കുമ്പോൾ അവൻ കുറേ ഡേറ്റാസ് എക്സ്ട്രാ പഠിച്ചില്ല. അത് ഇതിനെ പറ്റിയിട്ടായിരുന്നു, ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് അവന്മാരെ പിടിക്കാൻ പറ്റിയത്. അതേസമയം ബൊറൂട്ടോയ്ക്കൊക്കെ നമ്മളുടെ കറ്റസുക്കേനെ ഗൈഡ് ചെയ്ത് അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മിഷൻ കിട്ടുകയാണ്. ബൊറൂട്ടോയോട് ചോദിക്കുകയാണ്, എടാ നീ ഓക്കെ അല്ലേ? പിന്നെ എന്നൊക്കെ എനിക്ക് എന്ത് പ്രശ്നം എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ വന്നാലേ എനിക്ക് പ്രശ്നമാണെന്ന രീതിയിൽ ആര് പറയാണ്, നമ്മളുടെ ബൊറൂട്ടോ. ആരായാലും പറഞ്ഞു തീർന്ന് ബൊറൂട്ടോയും അതുപോലെ തന്നെ നമ്മുടെ കവാക്കിനെ ടീം 7ലേക്ക് ഒഫീഷ്യലായിട്ട് നാറൂട്ടോ എടുത്തേക്കാണ്. അതിനുശേഷമുള്ള ഫസ്റ്റ് മിഷനാണ്. അപ്പോൾ ലീഡ് ചെയ്യാൻ പോകുന്നത് സറാഡയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടാണ്. കവാക്കി ആദ്യമായിട്ടാണ് കടൽ കാണുന്നത്. ഇതെന്താ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത്, നിങ്ങൾ എന്തിനാ വെള്ളം കെട്ടി നിർത്തിയേക്കണേ എന്നൊക്കെ കവാക്കി ചോദിക്കുകയാണ്. പോട്ടൻ, എടാ പോട്ടാ, ഇത് വെള്ളം കെട്ടി നിർത്തിയേക്കണമെന്നും അല്ല എന്ന രീതിയിൽ ബൊറൂട്ടോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊന്നും വിശ്വസിക്കാൻ കവാക്കിക്ക് വയ്യ. എന്നാൽ പിന്നെ കപ്പലിൽ കയറിയ കപ്പിത്താനാവുമല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ കവാക്കിയെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും കവാക്കി കപ്പലിൽ കയറുമ്പോൾ ആകെ പ്രശ്നം, സീ സിക്നസ്. നമ്മളുടെ ആർക്കുണ്ടത്, മൈറ്റ് ഗേയ്ക്കും അതുപോലെ തന്നെ മെറ്റലിലേക്കും ഉള്ളതുപോലെ. അങ്ങനെ നമ്മളുടെ കവാക്കി ആകെ മൊത്തത്തിൽ ഛർദ്ദിച്ച് വഷളായി നിൽക്കുന്ന സമയത്താണ് മിറ്റ്സുക്കി ചോദിക്കുന്നത്, അതായത് ഈ കാറ്റസൊക്കെ ഇപ്പോൾ പോകുന്ന സെർമണി ഇല്ലേ, അത് എന്തിനെ പറ്റിയിട്ടുള്ളതാണെന്ന്. അത് ഷിനോനോമി എന്ന് പറയുന്നൊരു സംഭവത്തിനെ പറ്റിയിട്ടുള്ള
സെറമണിയാണെന്ന് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റിങ്ങും ഫസ്റ്റ് ഡിസ്പ്ലേയും ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ കടൽ മുഴുവൻ സയൻറ്റിഫിക് നിഞ്ച ടൂൾ ഉപയോഗിച്ച് അവർ കൺട്രോൾ എടുക്കുകയാണ്. ഇവിടെ വേവ്സ്, അതുപോലെ തന്നെ ഇവിടെ വരുന്ന ടൈഡ്സ്, അതെല്ലാം കൺട്രോൾ എടുക്കുകയാണ്. ഇത് കാരണം ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാർക്കൊക്കെ വലിയ ടൈഡ് വരുന്നത് കാരണം അവർ അപകടത്തിൽപ്പെടില്ല, അതൊക്കെ മാറ്റാം. പിന്നെ വലിയ വലിയ വേസ്റ്റുകൾ ഈ കടലിൽ കിടന്ന് അതൊക്കെ കടൽ വൃത്തിയിടാക്കൂലേ, അതൊക്കെ അവർക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും പറ്റും. ഇത് ഓരോ സ്ഥലത്ത് സെൻസർ വെച്ചിട്ടുള്ള പരിപാടിയാണെന്ന കാര്യമൊക്കെ ഇവിടെ നമ്മുടെ കട്ടസുക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് അവർ തന്നെ ഡെവലപ്പ് ചെയ്ത കാര്യമാണ്. എന്നാലും കട്ടസുക്കേനെയൊക്കെ വിളിച്ചേക്കുന്നത് ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് അഡ്വൈസ് കൊടുക്കാനായിട്ടാണ്. ഇതുപോലെ കുറേ സയൻറ്റിസ്റ്റുമാർ ഇന്ന് അവിടെ വരുന്നുണ്ട്, അവരെയൊക്കെ കാണുകയും ചെയ്യാം എന്ന രീതിയിലാണ് പോകുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഇസാറി എന്ന് പറയുന്ന ഒരാളെയും ജിബിക്കി എന്ന് പറയുന്ന ഒരാളെയാണ്. ജിബിക്കി പറയാണ്, ഈ കടൽ എത്ര ശാന്തമായിട്ട് കിടക്കുന്നു, നിനക്കത് ഇഷ്ടപ്പെട്ടോ ഇസാറി? അപ്പോൾ ഇസാറി പറയാണ്, എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. നോക്ക്, കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ കടലിലെ തിരമാലകളെല്ലാം വീശി പൊങ്ങി അടിക്കും, ഞാനത് കൺട്രോൾ എടുക്കും, അത് എൻ്റെ കൈക്കുള്ളിൽ ഞെരുങ്ങും, പിടിക്കും, മലത്തും എന്ന രീതിയിൽ അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കിരികാക്കുറയിലെ ഗവർണർ അങ്ങോട്ട് വരികയാണ്. ഗവർണർ വേറൊരു ഷിപ്പിൽ അവിടെ വന്നിട്ട്, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങളെ ഞാൻ ഇവിടത്തേക്ക് സ്വീകരിക്കുന്നു ഇസാറി, ജിബിക്കി, നിങ്ങൾ ആരാ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് അതെനിക്ക് കിട്ടും എന്ന രീതിയിൽ ഉറപ്പാണ്, നിങ്ങളെ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ അത് കയറ്റി വിടാനുള്ള രീതിയിൽ പറയാണ്, കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ കടൽ മുഴുവൻ എൻ്റെ കയ്യിലിരിക്കും എന്ന് ഇസാറി പറയാണ്. ഈ ഗവർണർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇസാരയും ജിബിക്കിയും കടൽ കൊള്ളക്കാരാണ്. അപ്പോൾ ഇവർ നമ്മളുടെ വില്ലേജ് ലാൻഡ് അറിയാതെ അവിടത്തേക്ക് കടത്തി വിടുകയാണ് ഈ ഗവർണർ. അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നത് ഗവർണറിൻ്റെ കപ്പൽ എന്ന രീതിയിലാണ്. അതായത് ഗവർണറിൻ്റെ ഹെൽപ്പോടെ ഇവരറിയാതെ അകത്തേക്ക് കയറിപ്പോവാണ് ഇസാരയും ജിബിക്കിയും. കടലിനും ഇനി ബോർഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോ ലാൻഡിനും ഇത്ര മൈൽസ് ദൂരത്തേക്ക് കടലിന് ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മൈൽസ് കഴിഞ്ഞ് അടുത്ത മൈൽസ് എത്തുമ്പോൾ അത് അടുത്ത ലാൻഡിൻ്റെ തൊട്ടടുത്ത ലാൻഡിൻ്റെ ബോർഡർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കടലിലെ ഒരു വേർതിരിവൊക്കെ വരുന്നത്. അപ്പോൾ ഇവരെന്തായാലും നമ്മളുടെ സ്ഥലത്തേക്ക് കയറിയേക്കുന്നതാണ്. ഇവിടെ തന്നെയാണ് ബൊറൂട്ടോയും അതുപോലെ തന്നെ കട്ടസുക്കയൊക്കെ സെറമണിക്കായിട്ട് വന്നേക്കുന്നത്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോയുടെയൊക്കെ ഷിപ്പ് കാണിക്കുകയാണ്. കവാഗിക്ക് തീരെ വയ്യ, എൻ്റെ പൊന്നെ, കവാഗി ഛർദ്ദിച്ച് അങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. എന്ത് പറ്റിയാണ്, നീ യാത്രയ്ക്ക് എൻജോയ് ചെയ്തില്ലേ, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ബൊറൂട്ടോ എന്ന രീതിയിലാണ് കവാക്കി നിൽക്കുന്നത്. ബൊറൂട്ടോ പറയാണ്, ഷിപ്പ് പൊതുവെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, അതിലെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. ഇത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ നോക്കുമായിരുന്നു, ലീഫ് വില്ലേജിൽ ആരെങ്കിലും ആണോ, എന്നാൽ ഞാൻ വെറുതെ വിടൂലെന്ന്. അങ്ങനെ നമ്മളുടെ കവാക്കി ഒരു വിധത്തിൽ നമ്മളുടെ സ്ഥലത്ത് വന്ന് ഇറങ്ങുന്നുണ്ട്. അവന് ഭൂമി കണ്ട സന്തോഷം പറയില്ല. അങ്ങനെ നമ്മളുടെ കട്ടസുക്കേനെ നോക്കുകയാണ്. കട്ടസുക്കെ അവിടെ ഫുൾ തെണ്ടി നടക്കുകയാണ്. കാരണം ഒരുപാട് സയൻറ്റിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സയൻറ്റിഫിക് സാധനങ്ങളുടെ എക്സ്പോ നടക്കുന്നുണ്ട്. എക്സ്പോ മീൻസ് നമ്മളിങ്ങനെ എന്തുവാണ് പറയുന്നത്, മേള. അപ്പോൾ അതൊരു മേളയല്ലേ. അങ്ങനെ എല്ലാ സംഭവങ്ങളുടെ ഓരോ സംഭവങ്ങളും ഞെട്ടി നോക്കുകയാണ് നമ്മളുടെ കട്ടസുക്കി. അതായത് കട്ടസുക്കി കണ്ടുപിടിച്ചിട്ട് പലതും അങ്ങോട്ട് പുറത്തു വിടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വരെ ഇവിടെ സക്സസ്ഫുള്ളി അവർ പബ്ലിഷ് ചെയ്തേക്കുന്നു. അതൊക്കെ കണ്ട് ലാസ്റ്റ് സെറമണിക്ക് ലേറ്റായി അവർ കൊണ്ട് കട്ടസുക്കിനെ കൊണ്ട് എറിയാണ്. കട്ടസുക്കിനെ മാത്രമേ അകത്ത് കയറ്റുള്ളൂ എന്ന് പറയാണ്. കാരണം ബോഡി പാസ് വേണം. അങ്ങനെ കട്ടസുക്കിനെ അകത്ത് കയറ്റാണ്. നമ്മളുടെ അവിടെ ഉണ്ട്, നമ്മളുടെ ചോജറോ അവിടെ ഉണ്ട്. അങ്ങനെ കട്ടസുക്കിയെ കയറി അവിടുത്തെ ഓരോ സംഭവങ്ങളും കേൾക്കുകയാണ്. നമ്മളുടെ ബൊറൂട്ടോയും കേൾക്കുന്നുണ്ട്. ഷിനോനോമി 1 ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ കട്ടസുക്കെ പറഞ്ഞതുപോലെ കടലിനെ ഭരിക്കാൻ പോവാണ്. കടലിൽ നമ്മളുടെ കരങ്ങൾക്കുള്ളിലേ നിൽക്കാൻ പോവാണ്. ഇത് കാരണം ഒരുപാട് പേരവിടെ സമരം ചെയ്യുന്നുണ്ട്. അതൊക്കെ ബൊറൂട്ടോ നോക്കുന്നുണ്ട്. അവർ പറയുന്നത് ഫിഷിങ്ങിന് ഇത് വലിയ ബുദ്ധിമുട്ടാവും, ഇവരുടെ അങ്ങനെ അന്നം മുടങ്ങുന്ന പരിപാടിയാണ്. ഇപ്പം തന്നെ ഒരുപാട് സംഭവങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ മീനുകൾ സ്ഥലം വിട്ട് മാറിപ്പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് പ്രശ്നങ്ങളുള്ള പരിപാടിയാണ്. ഉടനെ തന്നെ ലോഞ്ച് ചെയ്യരുതെന്ന രീതിയിൽ ഒരുപാട് പേര് സമരം ചെയ്യുന്നുണ്ട്. ബൊറൂട്ടോ അന്തം വിട്ട് പോകുന്നുണ്ട്. എന്ത് കടലിനെ വരെ ഇവന്മാർ കൺട്രോൾ എടുക്കുന്നോ, നേച്ചറിനോടാണ് കളി, ഇത് എവിടെ പോയി നിൽക്കുന്ന രീതിയിൽ. അകത്താണെങ്കിൽ കേട്ട പാതി കേൾക്കാതെ പാതി എല്ലാവരും കൈയടിച്ച് സംഭവം സപ്പോർട്ട് ചെയ്ത് വിടുന്നുണ്ട് ഈ ഷിനോമി. അതേസമയം പുറത്ത് നമ്മളുടെ ബൊറൂട്ടോ ആണെങ്കിൽ ഇവരെ തിരക്കാൻ പോവാണ്. ബൊറൂട്ടോയ്ക്ക് പണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവനെ കാഗുറേനെ. അങ്ങനെ എന്തിനാണ് കാഗുറേനെ തിരക്കിയിട്ട് ബൊറൂട്ടോ പോകുന്നത് കാണുമ്പോഴേ സാറിന് കൊള്ളാം, ഒരു കൊണ്ടുവന്ന രണ്ട് വഴിക്ക്, അതായത് കട്ടസുക്കെ ഒരു വഴിക്ക് ബൊറൂട്ടോ ഒരു വഴിക്ക്, എന്തായാലും കാഗുറെ തിരക്കിട്ടെന്ന രീതിയിൽ അവർ നിൽക്കുകയാണ്. അങ്ങനെ കാഗുറേനെ പോയിട്ട് ഓരോരുത്തരുടെ അടുത്ത് തിരക്കാണ്. ആർക്കും കാഗുറ എവിടെ ഉണ്ടെന്ന് അറിയാൻ വയ്യ. ലാസ്റ്റ്
ലാസ്റ്റ് അവിടുത്തെ ഒരു മെയിൻ ഗാർഡിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്. ആക്ച്വലി അതൊരു സീക്രട്ടാണ്, പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, കാരണം നീ കാഗുറയുടെ വലിയ ഫ്രണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് കാഗുറ ഇപ്പോൾ മിസുകാഗ ഡയറക്റ്റ് കൺട്രോളിലാണ്. എല്ലാ കാര്യങ്ങളും മിസുകാഗയാണ് അറിയുന്നത്. കാഗുറ ജയിലിൻ്റെ വാർഡനാണെന്ന രീതിയിൽ. അതെന്ത് ജയിലിൻ്റെ വാർഡൻ എന്ന് ചോദിക്കുമ്പോൾ അതായത് മിസുകാഗെ അവന് കുറേ ഓപ്ഷൻസ് കൊടുത്തു, എന്ത് വേണോ അവന് ചൂസ് ചെയ്യാമെന്ന്. പക്ഷെ അവൻ ചൂസ് ചെയ്തത് ജയിൽ വാർഡനായിട്ടാണ്. അതിൻ്റെ സംഭവം ഞങ്ങൾക്കും ഇതുവരെ അറിയത്തില്ലെന്ന് പറയാണ്. ഈ കാര്യങ്ങളെല്ലാം പോയിട്ട് ബൊറൂട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ടീമിനോട് പറയുന്നുണ്ട്. അതേസമയം കാഗുറനെ കാണിക്കുകയാണ്. കാഗുറ ജയിലിൽ നമ്മൾ രണ്ടുപേരോട് സംസാരിക്കുകയാണ്. ബുണ്ടനും അതുപോലെ തന്നെ ഹിബിച്ചിക്കോയും അവളെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. എന്നാലും ഹെബിച്ചിക്കോയുടെയും അതുപോലെ തന്നെ ബുണ്ടൻ്റെയും ഫോട്ടോ കാണിക്കുമ്പോൾ ഞാൻ പേരെഴുതി കാണിക്കാം. അതുപോലെ തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു യോഹോയും കൂടെ കേട്ടോ. അപ്പോൾ അത് പോണ വഴി കാണിക്കാം. മാസ്ക് ഇട്ട ഒരാളുണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇവർ 7 ഇഞ്ച് സ്പോർട്സ്മാൻസിലെ ആൾക്കാരാണ്, പുതിയ 7 ഇഞ്ച് സ്പോർട്സ്മാൻസിലെ. അങ്ങനെ അതേപോലെ നമ്മുടെ കാഗുറ എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. അവരെന്തുകൊണ്ടോ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഇവർക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടായിട്ടും ഇവർ രക്ഷപ്പെട്ടിട്ടില്ല. അതായത് ഷിസുമെ രക്ഷപ്പെട്ട സമയത്ത് ഇവരൊക്കെ രക്ഷപ്പെടാമായിരുന്നു. ഷിസുമെ ആരാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോഴത്തേക്കും ഇവർ രക്ഷപ്പെട്ടില്ല. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പറയുന്നില്ല. അപ്പോൾ അത് പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാലും നമ്മളുടെ കാഗുറനെ കളിയാക്കുന്നുണ്ട്. സെറമണി കഴിയുമ്പോൾ നമ്മളുടെ ചോജറോ പറയുന്നുണ്ട് എല്ലാവരും ക്ലോസിംഗ് സെറമണി കൂടെ കഴിഞ്ഞിട്ട് പോവാള്. ഷിനോനോമി 1ൻ്റെ ക്ലോസിംഗ് സെറമണി കൂടെ ഉണ്ടെന്ന്. അതോടെ കട്ടസുകയ്ക്ക് ആ ഒരു അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് ഡെങ്കിനെയൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. അത് കുറച്ച് ഡിലേ ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് കുറച്ച് നേരം കൂടെ അവിടെ നിൽക്കേണ്ടി വരും. ആ സമയത്ത് കട്ടസുകയ്ക്ക് ഇവിടെയുള്ള സയൻറ്റിഫിക് സാധനങ്ങളൊക്കെ നോക്കാമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ബൊറൂട്ടോ കാഗുറനെ കാണണം എന്ന ആഗ്രഹം ഇവിടെ പറയുന്നത് കട്ടസുക കേൾക്കുന്നത്. ബൊറൂട്ടോനെ ഇപ്പോൾ പറഞ്ഞു വിടണമല്ലോ. അവനെ പറഞ്ഞു വിടാനായിട്ട് ഒരു ഗതിയില്ല, കാരണം ഒരു മിഷനായിട്ട് വന്നതാണ്. അവനിപ്പോൾ മാറി വേറൊരു സംഭവത്തിന് പോകാൻ പറ്റത്തില്ല, അതും ഒറ്റയ്ക്ക്. അതുകൊണ്ട് തന്നെ കട്ടസുക പറഞ്ഞു ജയിലിലെ ഒരു പ്രിസണറിന് വേണ്ടിയിട്ട് ഒരു പുതിയ സയൻറ്റിഫിക് ടെക്നോളജി വന്നു. ജയിലൊന്ന് ആരാ പോയി വിസിറ്റ് ചെയ്യുക, അതിന് പറ്റിയ ആരുണ്ട്? ഇത് ഇൻട്രസ്റ്റ് ഉള്ള ജോലിയൊന്നും അല്ല. ബൊറൂട്ടോ നിന്നെ കൊണ്ട് പറ്റുമോ, നിനക്ക് തന്നാൽ ഞാൻ ചെയ്യുമോ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് ആകെ സന്തോഷമാവാണ്. എന്നാലും ഇവിടെ ഗാർഡ്സ് കുറവല്ലേ, കട്ടസുകയ്ക്ക് പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മളുടെ കവാക്കി അങ്ങോട്ട് വരാണ്. ഡ എന്നെ കണ്ടിട്ട് കടയുടെ ഫുള്ളി ഫ്രണ്ടിൽ സാരി കൊടുത്ത് നിർത്തിയ പാവക്കുട്ടിയായിട്ട് തോന്നുന്നുണ്ടോ? ഞാനും വന്നത് മിഷനാണ്, മര്യാദയ്ക്ക് നീ പോ, ഞാൻ മിഷൻ നോക്കിക്കോളാം, നീ എവിടെയോ കയറിപ്പോടാ ചെറുക്ക ബൊറൂട്ടോ എന്നും പറഞ്ഞാണ് കവാക്കി അവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ നമ്മളുടെ സാറാഡ ടീമിൻ്റെ ക്യാപ്റ്റൻ പറയാണ്, കവാക്കി വന്ന സ്ഥിതിക്ക് ഒരാൾ ഇനി മിഷനിൽ വേണ്ട, നീങ്ങളുടെ റെസ്റ്റ് എടുക്കാനോ നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ, ഒന്ന് ചുറ്റി കണ്ടിട്ടൊക്കെ വാ എന്ന രീതിയിൽ നമ്മളുടെ സാറാഡയും ബൊറൂട്ടോനെ പറഞ്ഞു വിടാണ്. നമ്മളുടെ ബൊറൂട്ടോ പോകാൻ മടിച്ചെന്താണെന്ന് മനസ്സിലായോ? അതായത് ഇവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്ന സംഭവം നറൂട്ടോയ്ക്ക് വാർണിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ പിള്ളേരെ ഇവിടെ ബോഡി ഗാർഡായിട്ട് കട്ടസുകയ്ക്ക് പറഞ്ഞു വിട്ടത് തന്നെ, അല്ലെങ്കിൽ എൻ്റെ ആവശ്യമില്ല. എല്ലാ സയൻസിൻ്റെ കൂടെയും ബോഡി ഗാർഡ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു ബൊറൂട്ടോയ്ക്ക് ഒരു പേടി. ഇപ്പോഴും അവൻ ടെററിസ്റ്റ് വരുമോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ എവിടുന്ന്, ഇതെപ്പോഴും വരുന്ന അലേർട്ടാണെന്ന രീതിയിൽ അവിടെയുള്ള ആൾക്കാരും കട്ടസുകയും പറയാണ്. നറൂട്ടോയും ഇത് പറയുന്നുണ്ടായിരുന്നു, അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് എപ്പോഴും വരുന്ന അലേർട്ടാണെന്ന്. ഷിക്കമാറിനും ഉറപ്പായിരുന്നു അങ്ങനെ അറ്റാക്ക് ഒന്നും വരാൻ മാത്രം ഒരു സംഭവം ഇല്ല, ഇത് ആരാ കൊടുത്തതെന്ന് പോലും അറിയത്തില്ല ഇങ്ങനെ അറ്റാക്ക് വരും എന്നുള്ള സംഭവം. അതുകൊണ്ട് അത്ര സീരിയസ് ആക്കാതെ നിൽക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ബൊറൂട്ടോ എല്ലാവരും പറഞ്ഞത് കേട്ട് എന്ത് ചെയ്യാണ്, ജയിലിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് അവനാണെങ്കിൽ കാഗുറനെ കാണുന്നുണ്ട്. കുറേ അധികം ചോദിച്ച് കാഗുറനെ കാണുമ്പോൾ കാഗുറയ്ക്കും ഭയങ്കര സന്തോഷം. ബൊറൂട്ടോനെ കണ്ടതിൽ, നിന്നെ കണ്ടതിൽ ഭയങ്കര സന്തോഷം, എത്ര നാളായി കണ്ടിട്ട്, നിന്നെ വന്നൊന്നും കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു നിന്നെ കാണാനായിട്ടെന്ന കാര്യമൊക്കെ കാഗുറ പറയാണ്. എന്നിട്ട് ജയിലിൽ ഫുള്ള് ചുറ്റി നടന്നവൻ കാണിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളുടെ ബൊറൂട്ടോ അവരുടെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. ആരുടെ കാര്യം? നമ്മളുടെ ബുണ്ടൻ, ഹെബിച്ചിക്കോ, യോഹോ അവരുടെയൊക്കെ കാര്യം. അതിൽ ഷിസുമ രക്ഷപ്പെട്ടു. ബുണ്ടൻ, ഹെബിച്ചിക്കോ, യോഹോ അവർ രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടിയിട്ടും രക്ഷപ്പെട്ടിട്ടില്ല. ആ ബുണ്ടനൊക്കെ ഈസി ആയിട്ട് രക്ഷപ്പെടാമായിരുന്നു എന്ന രീതിയിൽ പറയാണ് നമ്മളുടെ കാഗുറ. എന്നിട്ട് അവൻ എഴുന്നേറ്റ് പോവാണ്. അതെങ്ങനെ രക്ഷപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് എങ്ങനെയോ അവർ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി ഇവിടെ മൊത്തത്തിൽ രക്ഷപ്പെടാണ് ചെയ്തത്. അവരെ സഹായിച്ച ഹസക്കോ എന്ന വിച്ചറോട്ട എന്ന് പറയുന്ന 2 ഗാർഡ്സിനെ ഞങ്ങൾ ഇവിടെ തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് ഈ ഒരു ജയിലിൽ. അതായത് ഈ നമ്മുടെ ഷിസുമേനെ രക്ഷപ്പെടാൻ സഹായിച്ചത്. അങ്ങനെ ജയിലിൽ ഓരോ സ്ഥലത്തായിട്ട് കൊണ്ടുപോയി കാണിക്കുകയാണ്. ഒരു പ്രത്യേക പ്രിസൺ കാണാണ്. ആ ഒരു പ്രിസണിലുള്ളത് അരയാമി ഫുനാറ്റോ എന്ന് പറയുന്ന ആളാണ്. ഈ അരയാമി ആരാണെന്ന് ചോദിച്ചാൽ ഈ പൈററ്റ്സിലെ ഈ കടൽ കൊള്ളക്കാര്, ആ ഒരു ക്ലാനിൻ്റെ തന്നെ അതിനൊരു ക്ലാൻ ഉണ്ട്, അത് ഫുനാറ്റോ ക്ലാനാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ലീഡറായിട്ടുള്ള ആളാണ് ഈ കിടക്കുന്നത്. ഇയാൾ മെയിൻ ആളാണ്. ഇയാളെ എത്ര കഷ്ടപ്പെട്ട ചോദ്യം പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്കുക. ഇയാളുടെ ദേഹത്ത് ഒരു തുള്ളി ഈ ഒരു ബ്ലഡ് പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ തന്നെ അത് വെള്ളമായിട്ട് ഇയാൾ കൺവേർട്ട് ചെയ്ത് ഇയാൾ പെട്ടെന്ന് സ്ട്രോങ് ആവും.
എന്ന രീതിയിൽ പറയണം. അങ്ങനെ സ്ട്രോങ് അയാൾ രക്ഷപ്പെടും. അതുകൊണ്ടാണ് ഇയാളെ ഫുൾ ഇങ്ങനെ സ്കെലിട്ടൺ പോലെ വെച്ചേക്കുന്നത് എന്നും അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറയണം, ഞാൻ കറ്റസുക്കി പറഞ്ഞിട്ടാണ് വന്നത്, അപ്പം ഞാനൊന്ന് കയറി കണ്ടു നോക്കട്ടെ എന്ന്. കയറരുത്, കാരണം അയാൾ ബോധമില്ലാതെ കിടക്കുന്നു എന്നത് ശരി. നിന്റെ ദേഹത്തെ ബ്ലഡിൽ എന്തുണ്ട്, വെള്ളമുണ്ട്. അത് അയാൾ എടുത്ത് അയാൾ ബോധത്തിലേക്ക് വന്ന വലിയ പ്രശ്നമാവും. നമ്മൾ വിചാരിക്കും പോലെ ഒന്നും നിൽക്കത്തില്ല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ കാഗുറ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതേസമയം സെറമണി കഴിഞ്ഞതിന് ശേഷം ഇനി എയർ ബലൂണിൽ പറന്ന് ഇവർ ചുറ്റും ഈ കടൽ ഫുൾ ഒന്ന് ചുറ്റി കാണാൻ പോവുകയാണ്. അപ്പോൾ എയർ ബലൂണിൽ ഫുൾ ഒരു സെക്യൂരിറ്റി ചെക്ക് നടത്താണ്. അതിനുശേഷം നമ്മളുടെ മെയിൻ ആളുടെ മോൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോനെയാണ് ഇയാൾ പറഞ്ഞു വിടുന്നത് ഈ ഒരു എയർ ബലൂണിൻ്റെ കൂടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഈ നാനി മെയിൻ ആളെന്ന് പറഞ്ഞത് ഈ ഒരു വലിയ ഇത് സംഭവം ഉണ്ടാക്കുന്നില്ലേ, ഇതിൻ്റെ ഓപ്പറേറ്ററാണ്. അതായത് ഈ സംഭവം കടൽ ഫുള്ള് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഷിനോനോമി ഉണ്ടാക്കിയതിൻ്റെ ഓപ്പറേറ്റർ. അയാളുടെ മോനെയാണ് അയാൾ ഈ എയർഷിപ്പിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറഞ്ഞു വിടുന്നത്. അതായത് എയർഷിപ്പിൻ്റെ ഓപ്പറേറ്റർ ഈ മോനാണ്. പക്ഷേ ഇവനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു കൊങ്കിടി മുടിയുള്ള ഒരാളെ കണ്ടോ, അയാൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അയാൾ ആദ്യം കയറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയോ ഇതിൽ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ജനറലും നമ്മളുടെ എപ്പോഴും പോലെ ഫസ്റ്റ് ക്ലാസ്സും അതുപോലെ തന്നെ ബിസിനസ് ക്ലാസ്സും. അതെ, അതും സാധാ ക്ലാസ്സും. അതിനകത്ത് ഓപ്പറേറ്റേഴ്സിന് മാത്രമേ ഈ ബിസിനസ് ക്ലാസ് എന്ന് പറയുന്ന അങ്ങനത്തെ രീതിയിൽ കയറാൻ പറ്റൂ. 2 രീതിയിൽ ഇതന്നേ ഉള്ളൂ. അവർക്ക് നല്ല ഡയറക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് കാണാം. ബാക്കിയുള്ളതിലാണ് കയറുന്നത്. അങ്ങനെ കുറേ പേര് കയറി എയർഷിപ്പ് പൊങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അത് ഭയങ്കര രീതിയിൽ ബ്ലാസ്റ്റ് ചെയ്ത് വലിയ പ്രശ്നം ഉണ്ടാവുകയാണ്. ചുരുക്കി പറഞ്ഞ ഒരു വലിയ ടെററിസ്റ്റ് അറ്റാക്ക് തന്നെ കേട്ടോ. അങ്ങനെ കവാക്കി ആണെങ്കിൽ പൊട്ടി വരുന്ന കഷ്ണങ്ങളെല്ലാം അവൻ്റെ സയൻറ്റിഫിക് ആം യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, തട്ടിത്തെറിപ്പിച്ച് കളയുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. നമ്മളുടെ കറ്റസുക്കിയുടെ തലയ്ക്ക് ഒരെണ്ണം വന്ന് അടിച്ച് കറ്റസുക്കിക്ക് ബോധം പോയി കറ്റസുക്കി വീഴാണ്. കറ്റസുക്കിക്ക് മാത്രമല്ല അവിടെയുള്ള പലർക്കും പരിക്കേക്കാണ്. എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ചോജറോയൊക്കെ ഡയറക്റ്റ് കളത്തിലിറങ്ങി ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഈ ഒരു സംഭവം ആരുടെയും ദേഹത്ത് കൊള്ളരുത്, കാരണം അത്രയ്ക്കും ഭയങ്കര മെറ്റലാണോ എന്ന് അടിക്കുന്നത് എയർഷിപ്പിൻ്റെ. അതേസമയം നമ്മളുടെ ചോജറോനെ കാണിക്കണം. ചോജറോ അവിടെ നമ്മുടെ ഓപ്പറേറ്ററെ പിടിച്ചു മാറ്റുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മോൻ ഓപ്പറേറ്ററായിട്ട് ഈ ഒരു എയർഷിപ്പിൽ കയറിയുകൊണ്ട് തന്നെ എന്തായി എന്നറിയാൻ വയ്യ. പെട്ടെന്ന് ആ ഫയർ അണയ്ക്കാൻ വേണ്ടി അവിടെ ഒരു വലിയ വാട്ടർ ബബിൾ കൊണ്ടുവന്ന് ആ ഫയറും സ്മോക്കും ഒക്കെ മാറ്റി ആ സ്ഥലം ഒരു വിധത്തിൽ ഒന്ന് കൂളാക്കുകയാണ്. അതേസമയം നമ്മളുടെ ബൊറൂട്ടോയ്ക്കൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്. അതായത് ഇവിടെ ഇങ്ങനെ പ്രശ്നം നടന്നു. ശരിക്കും അവിടെ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു എന്ന് ബൊറൂട്ടോ ചോദിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് നമ്മുടെ കാഗുറ ചോദിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കും എന്ന് ഓൾറെഡി ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ പറയാണ്. എന്നാലും അതെങ്ങനെ എന്ന രീതിയിൽ ബൊറൂട്ടോ ആലോചിക്കുകയാണ്. അല്ല, നമ്മളിപ്പോൾ അവിടെ പോയാൽ ഇപ്പോൾ ഇവിടെ എന്താവുന്ന രീതിയിലൊക്കെ ബൊറൂട്ടോ ആലോചിച്ചിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു ചുറ്റിക്കെട്ടുണ്ടെന്ന് ബൊറൂട്ടോ ഉറപ്പിച്ച് പറയാണ്. അതേസമയമാണ് ജയിൽ പൊളിച്ചുകൊണ്ട് ആര് വരുന്നത്, നമ്മുടെ ഇസാരി വരുന്നത്. ഇസാരിക്ക് ഇങ്ങോട്ട് കയറാനായിട്ട് ആര് സഹായിച്ചു എന്ന് ചോദിച്ചാൽ അത് ജിബുക്കിയാണ്. വാട്ടർ പേഴ്സൺ ടെക്നിക്ക് യൂസ് ചെയ്താണ് എന്ത് ചെയ്തേക്കുന്നത്, അകത്ത് കയറിയിരിക്കുന്നത്. അകത്ത് കയറി മുമ്പോട്ട് പോകും തോറും ഗാർഡ്സിനെ അടിച്ചിട്ടോണ്ടാണ് ഇവർ നിൽക്കുന്നത്. ബൊറൂട്ടോയും കാഗുറയും പെട്ടെന്ന് തന്നെ ഇതറിഞ്ഞ് ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇവരറിയുന്നില്ല വാട്ടർ പേഴ്സൺ ടെക്നിക്ക് പോകുന്നത്. ജിബയ്ക്ക് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എന്ത് ചെയ്യുന്നതാണ്, ഓരോ സ്ഥലവും കൺട്രോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൺട്രോൾ എടുക്കാന്ന് പറഞ്ഞാൽ അവൻ കൺട്രോൾ മൊത്തത്തിൽ എടുക്കാൻ പറ്റത്തില്ല. അവൻ അവിടെയുള്ള ആൾക്കാർ ആരൊക്കെയാണ്, എവിടേക്കാണ്, ഏതൊക്കെ സെല്ലാന്ന രീതിയിൽ ഒബ്സർവ് ചെയ്ത് ആരെയോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ബൊറൂട്ടോയും ഇവനും എന്താണ് നമ്മളുടെ കാഗുറയും ഇവരെ തിരക്കി വരികയാണ്. ഇതേ സംഭവം നമ്മളുടെ ഹെബിജിക്കോയും അതുപോലെ തന്നെ നമ്മുടെ യോഹോയും ബുഞ്ചനും ഒക്കെ കാണുന്നുണ്ട്. ഇനി ഈ ചെറുക്കം വല്ല കാഗുറ വല്ല വാട്ടർ പൈപ്പോ അടിച്ച് പൊട്ടിച്ചോ, ഇവന് ഭ്രാന്താണോ എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ബുഞ്ചന് മനസ്സിലാവാണ്. എല്ലാ സ്ഥലത്തും വെള്ളം കയറ്റി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൻ പറയാണ്, കണ്ടുപിടിച്ചു അറാവുമി എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ജിബിക്ക് അവിടെ വീണ് പോവാണ്. മതിയിടാ, നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്തു, ഇനി എൻ്റെ കളിയാണെന്ന് പറഞ്ഞ് ഇസാരി ഇറങ്ങുന്നുണ്ട്. ഇസാരിയുടെ കൂടെ ഫുനാറ്റോ ക്ലാനിലെ കുറേ അധികം മെമ്പേഴ്സും ഉണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അറാവുമി ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ ചോജറോ ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറയാണ്. ചോജറോ എടുത്ത് മിസ്സിനോ പറയാണ്, നിങ്ങൾ പോയിട്ട് ആ ഒരു നമ്മുടെ സ്ഥലത്ത് പോയി, എന്നാൽ മാത്രമല്ലേ ബാക്കിയുള്ളവരെ കാര്യങ്ങൾ നമുക്ക് തിരക്കാൻ പറ്റൂ. ഇപ്പോൾ ഈ ഒരു എയർഷിപ്പിൽ നിന്ന് ആരുടെയും ബോഡി കിട്ടിയിട്ടില്ല. എല്ലാം നമ്മളുടെ ആൾക്കാരാണ് പരിക്കേറ്റ് എയർഷിപ്പിൽ കിടക്കുന്നത്, അല്ലാതെ പുറത്തുനിന്ന് ഒരാളുടെയും ഇതില്ല. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ച അറ്റാക്ക് ഇതല്ല, വേറെന്തോ വലിയ അറ്റാക്ക് നടക്കുകയാണെന്നുള്ള കാര്യം ചോജറോയ്ക്ക് മനസ്സിലായി. ഇതെന്തോ ഇവരെ വഴി തിരിച്ച് വിടാനാണ് ഈ ഒരു അറ്റാക്ക് നടന്നതെന്ന കാര്യം ചോജറോയ്ക്ക് മനസ്സിലായി. എന്നാലും ഇവിടെ അലേർട്ടായിട്ടിരിക്കണമല്ലോ, അതുകൊണ്ട് മാറാൻ പറ്റില്ലെന്ന് ചോജറോ വിചാരിക്കുകയാണ്. അതേസമയം നമ്മളുടെ ആൾക്കാരെല്ലാം പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ആൾക്കാരല്ല അറൗമിയുടെ ആൾക്കാരെല്ലാം പോയിട്ട് അറൗമിനെ കാണുന്നുണ്ട്. ഫുൻറ്റോ ക്ലാനുണ്ട്, ഇസാരിയുണ്ട്, നമ്മുടെ ജിബിക്കുണ്ട്, എല്ലാവരും കൂടെ. ഈ ഒരു അറൗമി ആരാന്ന് ചോദിച്ചാൽ ഇവരുടെ ക്ലാനിലെ പൈററ്റ്സ് ക്ലാനിൻ്റെ മെയിൻ ആയിട്ടുള്ള ആളാണ്. ഇവരുടെ ഫുനാറ്റോ ക്ലാൻ തന്നെ പൈററ്റ്സിൻ്റെ ആണ്. അവിടെയുള്ള ഗാർഡിനെ പിടിച്ച കൊങ്ങിക്ക് പിടിച്ച് അവനെ വലിച്ചെടുത്ത് ആ ഗ്ലാസിൻ്റെ ചവിട്ടി പൊടിച്ചാണ് അകത്തേക്ക് കയറി പോകുന്നത് ഇസാരി. എന്നിട്ട് അതിനകത്ത് നിൽക്കുന്ന അറൗമിനെ പിടിച്ചുകൊണ്ട് വരാണ്. ആ ജുറ്റ്സു ആ ഒരു ടെക്നിക്ക് കാരണം തന്നെ അറൗമിയുടെ ബോഡി ഫുൾ നശിച്ചിട്ടുണ്ട്. എങ്ങനെ ശരിയാക്കുമെന്ന് ജിബിക്ക് ചോദിക്കുമ്പോൾ അതിന് വഴിയുണ്ടെന്നും പറഞ്ഞ് ഇസാരി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഗാർഡിൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കി കൊല്ലുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ബ്ലഡ് ഊറ്റിയെടുക്കുകയാണ്. ആ ബ്ലഡ് ഊറ്റി വീഴുന്നത് തന്നെ നമ്മുടെ ആരുടെ ദേഹത്തേക്ക് ചെല്ലുകയാണ്, നമ്മളുടെ
നമ്മളുടെ ആ ഒരു അറൗമിയുടെ ദേഹത്ത് അച്ഛാ നിങ്ങളെ കാര്യം രക്ഷിക്കാനായിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതെന്ന് ഇസാരി പറയണം. ഈ ഇസാരിയുടെ അച്ഛനാണ് അറൗമി. വെള്ളം ചെന്നതോടെ നമ്മളുടെ കാഗുറ പറഞ്ഞതുപോലെ കരുവാട് പോലെ ഇരുന്ന മനുഷ്യൻ ബ്രോയിലർ കോഴി പോലെ ആവുകയാണ്. അയാൾ നിൽക്കണം നിപ്പ് കണ്ടോ, എന്തോ. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മളുടെ പിള്ളേർ അങ്ങോട്ട് വരാണ്. ബൊറൂട്ടോയും അതുപോലെ തന്നെ കാഗുറയും. നിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോകാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. വെറും ഈ ഒരു കത്തി കൊണ്ട് എന്നെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് നീ വിചാരിച്ചോ കാഗുറ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഫൈറ്റ് ഇറങ്ങാണ്. ഈ ഒരു നമ്മളുടെ ഇസാരയുടെ കയ്യിലിരിക്കുന്ന കത്തി ചുമ്മാ ഒന്നുമല്ല, ബൊറൂട്ടോ റസങ്കൻ എടുത്തുകൊണ്ട് വരുമ്പോൾ ആ റസങ്കൻ തന്നെ ആ കത്തി അബ്സോർബ് ചെയ്യാണ്. എന്നിട്ട് അത് കിടന്ന് അനങ്ങാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ജീവനുള്ള കത്തിയായിരുന്നു, തിമിങ്കലമായിരുന്നു എന്ന്. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് അവന്മാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ബൊറൂട്ടോയ്ക്കും അതുപോലെ തന്നെ കാഗുറയ്ക്കും രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അവരെ വാട്ടർ പ്രിസണിലാക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ബൊറൂട്ടോ ഒരു വിധത്തിൽ വാട്ടർ പ്രിസണൊക്കെ പൊട്ടിച്ച് ഇറങ്ങി വന്ന് ഞെക്കി പിഴിയാണ് ഉടുപ്പൊക്കെ, അവന്മാരെ ഞാൻ കൊല്ലുമെന്ന വാശിയിൽ. അതേസമയം ഈ പൈററ്റ്സ് വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ചോജറോ അറിയുന്നുണ്ട്. അതായത് പൈററ്റ്സ് വേറുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കരയിൽ കയറി വെള്ളത്തിൽ കിടന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന മോഷ്ടിച്ചുകൊണ്ടിരുന്നവന്മാരെ ഇപ്പോൾ കരയിൽ കയറി പണി തുടങ്ങിയിട്ടുണ്ട്. പ്രിസണിലെ അറ്റാക്ക് നടന്നു. ഇങ്ങനെ ഇയാൾ രക്ഷപ്പെട്ടു എന്ന കാര്യമൊക്കെ. അപ്പോൾ ഇതൊക്കെ എത്ര കഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളാണ്, എത്ര ഒരു ദിവസം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു എന്നല്ല എന്ന രീതിയിൽ ഇവർ നിൽക്കുകയാണ്. ഈ സംഭവങ്ങളും ആ സംഭവങ്ങളൊക്കെ നമ്മളുടെ ചോജറോ അറിയുന്നുണ്ട്. നമ്മളെ ബൊറൂട്ടോ തിരിച്ചു വന്ന് അതുപോലെ തന്നെ കാഗുറയും തിരിച്ചു വന്ന് ജയിലിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ടീം ഒന്നിക്കുമ്പോൾ ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിന്ന് വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അതുമാത്രമല്ല ഡെങ്കി തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഡെങ്കിക്ക് എന്ത് വരുമെന്നും ഇവർക്ക് ഒരു കാരണവശാലും ഉറപ്പഴിച്ച് പറയാൻ പറ്റത്തില്ല. ഡെങ്കി സേഫ് ആണ് അല്ല സേഫ് അല്ല, അവൻ എന്തായാലും രക്ഷപ്പെടുമെന്നൊന്നും. അതുകൊണ്ട് അവർക്ക് ഇവിടെ നിന്നേ പറ്റുള്ളൂ, എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ കാഗുറ വന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ജയിലിൽ നിന്നുണ്ടായ മിസ്റ്റേക്ക് അത് എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കായിട്ട് ഞാൻ കണ്ടോട്ടെ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ചോദിച്ചിട്ട് പറയാൻ പോകുന്നത്, പക്ഷേ ഞാൻ അങ്ങനെ കാണുവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് സോൾവ് ചെയ്യാനായിട്ടൊരു സൊല്യൂഷൻ വേണം, ഞാനത് ചെയ്തോളാം, എനിക്ക് ഒരു പെർമിഷൻ താ. അപ്പോഴത്തേക്കും നമ്മൾ ചോദിക്കുന്നുണ്ട് നീ ഒറ്റയ്ക്കാണോ പോകുന്നതെന്ന്. അല്ല, എൻ്റെ കൂടെ ബൊറൂട്ടോ ഒക്കെ വരാൻ പോകുന്നുണ്ട്, കൂടാതെ ഒരു ടീം കൂടെ എൻ്റെ കൂടെ വരാൻ പോകുന്നുണ്ട് എന്ന് നമ്മളുടെ കാഗുറ പറയാണ്. എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, എന്തുണ്ടായാലും നമുക്ക് വന്ന് രക്ഷിക്കാൻ പറ്റൂല, അത് നിനക്ക് അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം, പ്രശ്നങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം, എന്ത് കാര്യം വന്നാലും ഞാൻ തന്നെ ചെയ്തോളാം എന്നെ വിശ്വസിക്കുക എന്ന രീതിയിൽ പറയുന്നതാണ്. ചോദിറോയ്ക്ക് വേറെ വഴിയില്ല. കാഗുറ എന്നെ പറഞ്ഞു വിടുകയാണ്. പോകുമ്പോൾ ചോദിറോ പറയാണ്, എന്നെക്കാളും നീ അർഹിക്കുന്ന ഒരു സംഭവമുണ്ട്, അത് മറ്റൊന്നുമല്ല ഹിറമക്രായി സോഡാണ്. ഇത് കൊടുത്തതുകൊണ്ട് തന്നെ കാഗുറ ഇത് നന്നായിട്ട് നോക്കും, ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുമെന്നും അതങ്ങനെ ഒരുപാട് യൂസ് ചെയ്യത്തില്ലെന്നും അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നും ഒക്കെ നമ്മളുടെ ചോദിച്ചോ അടുത്ത് പറയുന്നുണ്ട്. നീ ഇതിപ്പോൾ എന്നെക്കാളും കൃത്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, നിനക്കറിയാം ഇത് എവിടെ യൂസ് ചെയ്യുന്നതെന്ന് അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇത് കൊടുക്കുകയാണ്. ഒരു സമയത്ത് നിനക്ക് ഇത് ആവശ്യം വരും, വേണ്ട എന്ന് പറയരുതെന്നും പറഞ്ഞാണ് ചോദിറോ കൈ കൊടുക്കുന്നത്. നമ്മളുടെ പിള്ളേരെല്ലാം കപ്പിത്താനും കൂടെ ചേർന്ന് നമ്മളുടെ കാഗുറനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാഗുറ ആരെയോ കൂട്ടി വരുന്നുണ്ടെന്നൊന്നും ഇവർ അറിഞ്ഞില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ പിള്ളേർ ഞെട്ടിപ്പോവാണ്. കാരണം കള്ളന്മാരെയും കൂട്ടിയാണ് കാഗുറയുടെ വരവ്. ആര്? ബുണ്ടൻ, യോഹോ, അതുപോലെ തന്നെ ഹെവി. കാഗുറ നിനക്ക് വിളിച്ചോണ്ട് വന്ന ആളെ ഒന്നും മാറിപ്പോട്ടില്ലല്ലോ, അതോ നീ പറയെ നടന്നു വരുന്നവരെ കണ്ടില്ലേ? നീ വരുന്ന കൂടെ അവരെ രക്ഷപ്പെട്ടതായിരിക്കും, നീ തിരിഞ്ഞോക്ക് ആ പ്രാന്തന്മാരെ പിറകെ ഉണ്ടെന്ന രീതിയിൽ പറയാണ്. അപ്പോൾ നമ്മളുടെ കാഗുറ പറഞ്ഞ, ഇല്ല ഞാൻ അവരെ കൂട്ടി വന്നത് തന്നെയാണ്, ഇവരുടെ കഴുത്തിൽ ഞാൻ സീലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവർ ഓടി രക്ഷപ്പെടാൻ പോകുന്നില്ല, നിങ്ങൾ അറ്റാക്കും ചെയ്യാൻ പോകുന്നില്ല, ഇവരും നമ്മുടെ കൂടെ സഹായിക്കാൻ വരും, അവർക്ക് മാറാനൊരു അവസരം വേണ്ടിയെന്ന്. സറാട ഇത് സമ്മതിക്കുന്നേ ഇല്ല, ഇവരൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല, ബുണ്ടനൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല, വൃത്തികെട്ടവൾ അവൾ മാറത്തേ ഇല്ലെന്ന രീതിയിൽ പറയാണ്. അങ്ങനെ ഇവർ വഴക്ക് കൂടുന്നുണ്ടെങ്കിലും മിത്സി പറയണ അവർ ആവശ്യമുണ്ട് എന്ന രീതിയിൽ. അങ്ങനെ എല്ലാം അങ്ങോട്ടൊരു ഒരു ഡീലിൽ അങ്ങ് പോവാണ്. ബൊറൂട്ടോയ്ക്ക് തീരെ താല്പര്യമില്ല ഇവരെ കൂടെ പോകാനായിട്ട്. അങ്ങനെ നിൽക്കുകയാണ്. കവാക്ക് ആകെ പ്രശ്നമാണ്, സീ സിക്നസ്സേ. അങ്ങനെ നിൽക്കുകയാണ്. അവിടെ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നതുവരെ നമ്മുടെ കുഞ്ഞു പൈതങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ.